ഹീറോയിനെയും കൂടി ഒരു വണ്ടി ഇടിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ വെൻടോ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ആ കാറുകാരൻ വന്നിട്ട് അവരിങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അതൊന്നും മൈൻഡ് വെക്കാണ്ട് ലില്ലിനെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വെൻടാവ് വന്നിട്ട് ആ കാറുകാരനോട് ഒരുപാട് ചൂടാവുന്നുണ്ട്. അപ്പോൾ വെൻടാവ് പറയുന്നുണ്ട് പെട്ടെന്ന് ലില്ലിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനും. എന്നാൽ ലില്ലിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് ഡോക്ടറോട് പറയും ഡോക്ടർ ഒട്ടും വയ്യ, എന്നൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും ഡോക്ടർ പറയും കിഡ്നി സ്റ്റോണിൻ്റെ ആണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് എമർജൻസി റൂമിലേക്ക് കൊണ്ടുവരാൻ പറയും കേട്ടോ. അങ്ങനെ എമർജൻസി റൂമിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവ് വന്നിട്ട് ഇങ്ങനെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് നേഴ്സ് വന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ കൈ കണ്ടിട്ട് പറയും നിനക്ക് ഒരുപാട് ഡാമേജ് വന്നിട്ടുണ്ട് കൈക്ക്, അപ്പം നിൻ്റെ കൈ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകട്ടോ. അപ്പോഴത്തേക്കും അവൻ ഓക്കെ ഞാൻ വരാം താങ്ക് യു എന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മുടെ വെൻടാവ് പറയും നീ ഇവിടെ നിൽക്കണ്ട ഞാൻ നിന്നോളാം, നീ എത്രയും പെട്ടെന്ന് പോയി കൈ ട്രീറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയും അവിടെ നിന്ന് പോകട്ടോ. അതിനുശേഷം ഡോക്ടർ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഡോക്ടറോട് ചോദിക്കും ലിലി എങ്ങനെയുണ്ട് ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടർ പറയും ഇപ്പോൾ CT സ്കാൻ നോക്കിയിട്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, അത് കിഡ്നി സ്റ്റോണിൻ്റെയാണ്, കുറച്ചധികം വെള്ളം കുടിച്ചാൽ ശരിയായിക്കോളും, റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവ് പറയാം ഓക്കെ താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അവന് നമ്മുടെ ലില്ലിൻ്റെ അടുത്തേക്ക് പോകട്ടോ. എന്നിട്ട് ചോദിക്കും നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലില്ലിൻ നമ്മുടെ ഹീറോനെ ചോദിക്കും കേട്ടോ. അപ്പം നമ്മുടെ വെൻടാവും നമ്മുടെ ഹീറോൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാര്യം പറയുന്നിട്ട് അവൻ കുപ്പിയിലൊരു വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയും നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ട് അവർക്ക് വന്നിട്ട് വെള്ളം കൊടുക്കണം, അപ്പം നീ ഇത് കൊടുക്കാനായിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആ വെള്ളം കൊണ്ടിട്ട് നമ്മുടെ ലില്ലിൻ്റെ അടുത്തേക്ക് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പം ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവിന് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ, കാരണം അവന് ഇവർ രണ്ടാളിനെ ക്ലോസ് ആവുന്നതെന്ന് ഇഷ്ടമല്ല. അപ്പം അവനാകെ സാഡ് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കും നിനക്ക് എങ്ങനെയുണ്ട് നിൻ്റെ കൈക്ക് ഇപ്പം എങ്ങനെയുണ്ട് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കൈ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും കൈ ഒന്നും ചെയ്യില്ല അനങ്ങാണ്ടിരിക്കുന്നൊക്കെ എന്നെ പറയും കേട്ടോ. എന്നിട്ട് അവൾ പറയും എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും ഇനി കുറച്ച് ലിമിറ്റൊക്കെ വേണം, നിന്നിട്ട് വെള്ളം കുടിക്കണം, ഇനി ഫുഡിന് ചോയ്സ് ഒന്നും പാടില്ല, ഡോക്ടർ പറയുന്ന ഫുഡൊക്കെ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ എന്നെ പറയും കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് പെട്ടെന്ന് ഇങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ തലറങ്ങി വീഴുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാകെ ഷോക്ക് ആവുന്നുണ്ട്. പെട്ടെന്ന് നഴ്സിനെയും ഡോക്ടറിനെയൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം ഡോക്ടർ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും അവന് പ്രശ്നമൊന്നുമില്ല, ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവൻ ഓക്കെ ആയിക്കോളും, പിന്നെ കൈയിൻ്റെ ഇഞ്ചുറി മാത്രമേ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൂ, അത് വർക്കൗട്ടൊന്നും ചെയ്യാണ്ട് നോക്കണം, എന്നാലും മാത്രമേ അത് പ്രശ്നമാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളോട് പറയും നീ ഒരു പേഷ്യൻ്റാണ് നീയും ശ്രദ്ധിക്കണം എന്നൊക്കെ എന്നെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ പറയും ഓക്കെ. അപ്പോഴത്തേക്കും ഡോക്ടർ പറയും കൂടുതലായിട്ട് വെറി ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ ആശ്വസിപ്പിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് അവരെ കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവരിങ്ങനെ ആ ഡോറിലൂടെ നോക്കുമ്പോഴത്തേക്കും അന്നത്തെ ഹീറോ ആയിരിക്കട്ടെ ബെഡിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഡൗട്ട് ആവും എന്ത് പറ്റിയേ, നമ്മുടെ ഫാങ്യൂക്ക് എന്താ കിടക്കണമെന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരിക്കട്ടെ. അതുപോലെ തന്നെ അവർ രണ്ടാളും ഒരുമിച്ചുള്ളതുകൊണ്ടിട്ടും അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഈ നമ്മുടെ ഫാങ്യൂക്കെ ഇവളെ സ്വിമ്മിംഗ് പൂളിൽ രക്ഷിച്ചതും അതുപോലെ കാർ ആക്സിഡൻറ്റിൽ നിന്നും രക്ഷിച്ചതൊക്കെ ഓർത്തിട്ട് അവരെ ഇങ്ങനെ നോക്കിയിട്ട് അവനെ ടച്ച് ചെയ്യണോ വേണ്ടെന്നൊക്കെ നോക്കി താങ്ക്സ് ഒക്കെ പറയുന്ന കിടക്കുന്നതാണ്ടോ കാണിക്കുന്നത്. അതേപോലെ തന്നെ അവളെ ഇങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും ഉറങ്ങിപ്പോകും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോ കണ്ണു പറഞ്ഞിട്ടും ഇതേപോലെ തന്നെ അവളെ വിളിക്കണം, അവളോട് സംസാരിക്കണം, അവളെ ടച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ അവളെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇയർ റൂട്ടിങ്ങിലേക്കാണ് കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊതുകിൻ്റെ കടിയൊക്കെ കൊണ്ടിട്ട് കൊതുക് വലയും മേത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് കൊതുകിൻ്റെ ബാറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ കൊതുകൊക്കെ കുത്തിയിട്ട് അവളുടെ മുഖമൊക്കെ ആകെ വിങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സി വന്നിട്ട് ചോദിക്കുക എന്താ സംഭവം എന്ന് വെച്ചിട്ട് അവളിങ്ങനെ ആ വല ചുറ്റിയിരിക്കുമ്പോഴത്തേക്കും അവൾ ആ വല ഇങ്ങനെ ഊരിയെടുത്തിട്ട് പറയും വാ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ ആ മേത്ത് ചുറ്റിയ വല ഊരിയിട്ട് അവനിങ്ങനെ അവളുടെ ബെഡിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇയർ റൂട്ടിങ് പറയുമ്പോൾ നീ അകത്ത് കയറി ഇരിക്കുക കൊതുക് അടിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൻ പറയുമ്പോൾ സാരില്ല നീ ഇവിടെ ഇരുന്നോ നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പോകട്ടോ. അതിന് ശേഷം അവൻ പോയി കഴിയുമ്പോഴത്തേക്ക് അവൾ ആ വലേൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയും ഒരുപാട് നന്ദിയുണ്ട് കൊതുകുകളെ, നിങ്ങൾ കാരണമാണ് സി എൻ്റെ അടുത്ത് വന്നെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ സി അവിടെ ചെറിയ ടൊമാറ്റോസിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ബഡ് ചെയ്യുന്നതാണ്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ റൂട്ടിങ് പറയും എനിക്കും ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും അവളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സി വന്നിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്ടോ കാണിക്കുന്നത്. അതിന് ശേഷം നമ്മുടെ റൂട്ടിങ് ഇങ്ങനെ ഒരുപാട് വിഷൊക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എന്താ നമ്മുടെ ജീവൻ ചോദിക്കുക എന്താ നീ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളിനെ പറയും ഈ ചെടി ബ്ലൂം ആകുമ്പോഴത്തേക്കും നീ എന്നെ സ്നേഹിക്കും എന്ന് പറയുമ്പോഴത്തേക്കും അവളിനെ ചോദിക്കും നീ എന്നെ സ്നേഹിക്കുമോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സി പറയുമ്പോൾ ഒരിക്കലും നീ ഒരു പ്രഷർ കൊടുക്കരുത് ഒരു ചെടിക്കും, അത് ഒരിക്കലും ബ്ലൂം ആവില്ല എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിനും കൂടി എന്നെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. അവരവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ഫ്രണ്ട്സ് അവർക്ക് വേണ്ടി പാർട്ടിയൊക്കെ ഒരുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ചോദിക്കും ഇത് ആരതൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിങ് പറയും നീ അല്ലേ പറഞ്ഞേ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം ഞങ്ങൾ ഒരു
പാർട്ടിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ സൂലിനൊക്കെ പറയും നിങ്ങളൊന്നും ഇവിടെ നിന്ന് പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും കൂടി ഹീറോയിൻ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സൂലിന് ഇങ്ങനെ വരും കേട്ടോ. ഇത് പറയും സോറി എൻ്റെ ബാഗ് ഞാൻ മറന്നു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അവിടെ നിന്ന് ഓടി പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ അവരവിടെ നിന്നുള്ള ഒരു ഡെക്കറേഷനൊക്കെ ഊരി മാറ്റാന്നുള്ള രീതിയിൽ അതൊക്കെ ഊരി മാറ്റുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ വീഴാൻ പോകുമ്പോഴത്തേക്കും ഹീറോ ആ സമയത്ത് തന്നെ പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ ക്ലോസ് ആവുന്ന ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നെയും സൂലിനെ കയറി വരും കേട്ടോ. അപ്പോഴത്തേക്കും അവളും ഷോക്കായി പോകും. എന്നിട്ട് അവൾ പറയും സോറി ഞാൻ ഈ ഡെക്കറേഷനൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടി വന്നതാന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും അവരാകെ ക്ലോസ് ആയിട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും അവരും പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കും കേട്ടോ. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകും. ആ സമയത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും നീ ഇതൊക്കെ ശരിയാക്കി ഞാൻ വേഗം പോയിട്ട് നിനക്കുള്ള ഫുഡ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോകുന്നതാണ്ടോ കാണിക്കുന്നത്. അടുത്ത സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ടിങ് ആ ഒരു ചെടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിനകത്ത് ലവിൻ്റെ ഒരു ഇത് വരച്ചിട്ട് അതിനകത്ത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവൾക്കാണെങ്കിൽ തെറ്റിപ്പോയി ഏത് ചെടിയാണ് അവൾ നട്ടേന്നുള്ള കാര്യത്തിൽ കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് സീ വന്നിട്ട് പറയും അതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് ശരിക്കുള്ള ചെടി ഞാൻ കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് ചോദിക്കും നിനക്ക് എങ്ങനെ മനസ്സിലായി ഇതാണെന്നുള്ളത് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സീ പറയും ഞാൻ ബോട്ടണിസ്റ്റ് അല്ല അപ്പോൾ എനിക്കെന്താ മനസ്സിലാക്കിക്കൂടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അവൾ അതിനകത്ത് സ്റ്റിക്ക് ചെയ്തിട്ട് അവളിങ്ങനെ പറയും നീ എന്തായാലും ബ്ലൂം അയക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഇത് കാണുമ്പോഴത്തേക്കും സീ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ അവന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ കൈ ചെറുതായിട്ട് പൊള്ളു കേട്ടോ. ആ സമയത്ത് പുറത്തുനിന്ന് ആരോ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അവളൊന്ന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടാവ് ആയിരിക്കും കേട്ടോ. വെണ്ടാവ് പറയും നല്ല സ്മെല്ലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കയറി വരും കേട്ടോ. എന്ന് ചോദിക്കും ആർക്ക് വേണ്ടിയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അവൾ പറയും ഫാൻയൂക്കേക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൻ ചോദിക്കും നിനക്ക് വയ്യാത്തയില്ല നീ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല അവനെയാണ് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടാവ് പറയും ഞാനും അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലില്ലിനാകെ ഷോക്കായി പോകട്ടോ. എന്നിട്ട് അവനിങ്ങനെ ആ ഇത് എടുത്തിട്ട് പോയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ വാരിനെ ഡോറിൽ തട്ടും. അപ്പോഴത്തേക്കും ഹീറോ ഇവനെ കാണുമ്പോഴത്തേക്കും അങ്ങനെ ഷോക്കായി പോയി ഇവനോ എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മുടെ ഹീറോയിൻ്റെ വിരലിൽ നോക്കുമ്പോഴത്തേക്കും എൻ്റെ കൈക്ക് എന്താ പറ്റുമെന്ന് നോക്കുമ്പോഴത്തേക്കും അവൾ പറയും ചെറുതായിട്ടൊന്ന് പൊള്ളിതാന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവൻ പറയും വാ നിന്ന് ശരിയാക്കി തരാമെന്നുണ്ട്. പിന്നെ ബഡ്സൊക്കെ വെച്ചിട്ട് മരുന്നിനെ പുരട്ടി കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ വെണ്ടോ വന്നിട്ട് അവൾ ഉണ്ടാക്കി ആ ഫുഡിനെ ടേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് പറയും ലില്ലിൻ അടിപൊളി ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ലില്ലിൻ അവന് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ വാരി കൊടുക്കാം എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടോ പറയും അത് സാരില്ല ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടും ആ ചൂടുള്ള സാധനം ഇങ്ങനെ അവൻ്റെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാകെ പൊള്ളുന്നുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും നീ പതിയെ കൊടുക്കുന്നത് നല്ല ചൂടാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടോ പറയും ഇങ്ങനെ കൊടുത്താലാണ് ഹെൽത്തിന് നന്നാവാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ കിടത്താൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട് വെള്ളം വേണമെന്ന് പറയുമ്പോഴത്തേക്കും അവളെല്ലാം ചോദിക്കട്ടോ എന്താ വേണ്ടേ ചൂടാണോ തണുപ്പാണോ ചോദിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം വേണ്ട അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അവൻ പെട്ടെന്ന് തന്നെ ചൂടുവെള്ളവും തണുത്ത വെള്ളം കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും എനിക്ക് ലില്ലിനോട് സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടോ പറയും ഇവളും പേഷ്യൻ്റ് ആണ് ഇവൾക്കും നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടും അവളെ കൊണ്ട് പോകുന്നതാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിനെ മെസ്സേജ് അയക്കുന്നതാണ്. അതായത് 11 മണിക്ക് ഇങ്ങനെ സ്കിപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ടെറസിൽ പോയാലോ എന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഇവനിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇവൻ എപ്പോഴാണ് ഉറങ്ങാന്നുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടവും ആണെങ്കിൽ ടോമാഞ്ചറിയും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ സമയവും പോകുന്നുണ്ട് ഇവനാണെങ്കിൽ ഉറങ്ങുന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുന്നുണ്ട് നീ കിടന്ന് ഉറങ്ങിക്കോ നിങ്ങൾ പറയുമ്പോഴും അവൻ പറയും ഇല്ല ഞാൻ നിന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം നീ കിടന്നുറങ്ങിക്കോ ഞാനിവിടെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വെണ്ടോവിന് ഫിലിമൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും എനിക്കാകെ ഒരു ബെഡുള്ളൂ നീ അവിടെ കിടക്കും നീ നിൻ്റെ വീട്ടിൽ പോയി കിടന്നോളാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടോ വന്നിട്ട് അവനെ കിടക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും നീ എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ളേ വന്നേക്കുന്നുള്ള രീതിയിൽ അവനാണെങ്കിൽ സമയവും പോകുന്നു ദേഷ്യമായിട്ട് അവൻ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിലേക്കാണ് കേട്ടോ. ഹീറോയിൻ ഇങ്ങനെ സമയവും നോക്കുന്നുണ്ട് അതേപോലെ തന്നെ അവനിങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്ത കാര്യങ്ങളൊക്കെ മരുന്ന് വെച്ച് കൊടുത്തൊക്കെ ആലോചിച്ചിട്ട് അവളിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ തപ്പിയിട്ട് ഹീറോയിൻ്റെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടവും ഹീറോയും കൂടി അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഇത് കണ്ടിട്ട് നെട്ടി എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ അവളിങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിനെ സമയം നോക്കി കിടക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ രാവിലെ 11 മണിക്ക് ടെറസിൻ്റെ മേളിൽ കാണാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിനെ സമയം നോക്കിയിട്ട് കിടക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ വെണ്ടാവ് ഉറങ്ങിയതിന് ശേഷം പുറത്ത് പോകാമെന്നുള്ള പ്ലാനിലായിരിക്കും കേട്ടോ നമ്മുടെ ഹീറോ. അപ്പോൾ നമ്മുടെ വെണ്ടാവ് ഉറങ്ങിയതിന് ശേഷം നമ്മുടെ ഹീറോ പതിയെ എണീറ്റിട്ട് പിന്നെ പമ്മി റൂമിൻ്റെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും
എന്താണ് നമ്മുടെ വെൺടാവ് നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ വിചാരിക്കും ഇവൻ നല്ല ഉറക്കമായിരിക്കും, ഈ ടൈമിൽ പുറത്ത് പോകാമെന്നുള്ള രീതിയിൽ അവനിങ്ങനെ പമ്മി വന്നിട്ട് ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇവനിങ്ങനെ നോക്കുന്നുണ്ടോ എണീക്കുന്നുണ്ടോ നോക്കിയിട്ട് പതിയെ ഇവൻ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്തും ഓരോ അനക്കം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൺടാവ് ജസ്റ്റ് ഒന്ന് അനങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടും അവൻ പതിയെ ഡോർ ഓപ്പണാക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഇവരിങ്ങനെ നെട്ടിപ്പോട്ടോ. പെട്ടെന്ന് ഒരാളിങ്ങനെ ലൈറ്റ് ഇടുന്നതും അവനെ വിളിക്കുന്നുണ്ട്, ലൈറ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവൻ പേടിച്ചു, എന്താ സംഭവം, ഇത്ര നേരം കിടന്ന ആൾ ഇപ്പം പെട്ടെന്ന് എണീറ്റു എന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൺടാവ് ലൈറ്റ് ഇട്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഹീറോനോട് ചോദിക്കും, ഇത്രയും രാത്രിയിൽ നീ എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നതെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, എനിക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൺടാവ് പറയും, അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, അതൊട്ടും സേഫ് അല്ല ഈ സമയത്തെന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയാം, സാറിൽ അതിൽ പോയി കിടക്കുന്നു പറഞ്ഞിട്ട് അവനെ വാല ഉറക്കുമ്പോഴത്തേക്കും വെൺടാവ് പിന്നെ അടക്കൂട്ടോ. എന്നിട്ട് പറയും, എന്നാൽ ഞാനും വരാം നിൻ്റെ കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോനാക്കി ദേഷ്യം വന്നിട്ട് അവൻ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ അവൻ വീണ്ടും തിരിച്ച് റൂമിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ, കിടക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് അവനിങ്ങനെ ഉറക്കം വരുന്നുണ്ടാവില്ല, അവൻ ആ ഡ്രസ്സൊക്കെ ഉരാന്നുള്ള രീതിയിൽ ഇങ്ങനെ എണീക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വെൺടാവ് ചോദിക്കും, ഇവിടെ ഒച്ച ഉണ്ടായി എന്നാൽ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചിട്ടും നമ്മുടെ വെൺടാവ് അടുത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, എനിക്കൊരു ഹെൽപ്പും വേണ്ട, നീ എൻ്റെ അടുത്തുനിന്ന് പോകുന്നുണ്ട്, എന്നെ നീ ടച്ച് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൺടാവ് പറയും, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഡ്രസ്സ് ഊരിക്കൊടുക്കാം എന്നുള്ള രീതിയിൽ അവൻ്റെ ഡ്രസ്സൊക്കെ ഊരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് അവൻ്റെ ആ ഒരു ടീഷർട്ട് അവൻ്റെ ആ ഒരു പാനിൻ്റെ സിബിലിനെ കുടുങ്ങും. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്ടോ കാണിക്കുന്നത്. ആ സമയത്തായിരിക്കും നമ്മുടെ ഹീറോയിൻ അവിടെ വന്നിട്ട് ഇങ്ങനെ ഷോക്കായി പോകുന്നുണ്ടാവുക. നമ്മുടെ ഹീറോയിൻ വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയും വെൺടാവും കൂടി ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചോദിക്കുക, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും, എൻ്റെ ഷർട്ട് പാനിൽ കുടുങ്ങി, അതുകൊണ്ടാണ് ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്തേക്ക് നമ്മുടെ വെൺടാവ് ചോദിക്കും, നീ എന്താ ഈ സമയത്ത് ഇവിടെ നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, അത് നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാൻ വന്നതാണ് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെൺടാവ് പറയും, അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, അവളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കുമായിരിക്കും കേട്ടോ. എന്ത് പറയണം എന്നറിയാൻ പാടില്ലാണ്ട് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതൊക്കെ അവൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്താ തിരിച്ച് ഞാൻ പോവാണെന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റി ചോദിച്ചിട്ട് അവൾ വേഗം വന്നിട്ട് റൂമിൽ വന്ന് കിടക്കും കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ ആലോചിച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ മെസ്സേജ് അയക്കും, നാളെ നമുക്ക് സ്കിപ്പിങ്ങിന് വേണ്ടി പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടും കിടന്നുറങ്ങുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എയർ റൂട്ടിലേക്കാണ് കേട്ടോ. അവൾ നോക്കുമ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടാവും. അപ്പോൾ അവൾ വേഗം കൂടെയൊക്കെ എടുത്തിട്ട് ഇറങ്ങി ഓടുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സിയും റൂട്ടിങ്ങെന്നും പറഞ്ഞിട്ട് പുറകെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ അവൾ വിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ടൊമാറ്റോയുടെ തൈയില്ലേ, അത് മഴ കൊണ്ട് ചീത്തയായി പോകരുതല്ലോ എന്ന് വെച്ചിട്ട് അതിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ കുടയും കൊണ്ടൊക്കെ ഓടി വന്ന് അത് ഇതൊക്കെ വെക്കുമായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സി ഓടി വന്നിട്ട് പറയും, നീ എന്താ ഈ കാണിക്കുന്നത്, നിനക്ക് അറിയില്ല ഇത് ഡേഞ്ചറസ് ആണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വിളിച്ചിട്ട് പോകാൻ വരുമ്പോഴത്തേക്കും അവൾ പറയും, എനിക്ക് വരാൻ പറ്റത്തില്ല, ഇത് ചീത്തയായി പോവും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ മഴ കൊണ്ടിട്ട്. അതൊക്കെ അവൻ പറയും, ഇതിപ്പോൾ എന്താ, ഇത് പോയാൽ നമുക്ക് വേറെ ഒരെണ്ണം വെക്കാമല്ലോ, നീ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ പറയും, അങ്ങനെ വേറെ ഒന്നും വെക്കാൻ പറ്റത്തില്ല, ഇത് ഞാൻ വിഷ് ചെയ്ത് വെച്ച ചെടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ചെടി സേഫ് ആക്കാൻ വേണ്ടി നോക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്തേക്കും നമ്മുടെ സീ നോക്കുമ്പോഴത്തേക്കും സീൻ്റെ അവിടെയുള്ള എല്ലാ ചെടികളും ഭയങ്കരമായിട്ട് മഴ കൊണ്ടിട്ട് ഇതായി പോകുന്നുണ്ടാവും കേട്ടോ, ചീത്തയായി പോകാൻ നിൽക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ സീ നോക്കുമ്പോഴത്തേക്കും നല്ല കാറ്റത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുള്ള സംഭവങ്ങളൊക്കെ പൊങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അവൻ അതിന് താഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും, എന്നെ നീ ഹോൾഡ് ചെയ്ത് വെക്കുക, ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീ അത് അവളിനെ പൊക്കിയെടുത്തിട്ട് അവളത് ശരിയാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം അവളിനെ താഴ്ത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സി അവന് ഭയങ്കര സന്തോഷമായിട്ട് അവനിങ്ങനെ അവളെ ഹഗ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അവർക്കിടയിൽ ചെറിയൊരു ക്ലോസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം റൂമിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ്ങിൻ്റെ മുടി ഇങ്ങനെ ഡ്രയർ വെച്ചിട്ട് അവനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവൾ വിചാരിക്കും അവനിങ്ങനെ കിസ് ചെയ്യാൻ വരും എന്നുള്ളത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും പക്ഷേ കിസ് ചെയ്യാൻ വരില്ല കേട്ടോ. അപ്പോഴത്തേക്കും അവൻ പറയും, ഞാൻ ഇങ്ങനെ പോവുകയാണെന്ന് പറയും കേട്ടോ. അതൊക്കെ അവൾ പറയും, ഇപ്പം ഞാൻ എന്നെ കിസ് ചെയ്യാൻ വന്നു, പക്ഷേ അവൻ നിന്ന് ഓടി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ആലോചിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്.
അതേപോലെ തന്നെ സീൻ വരുന്നത് വെച്ചാൽ നമ്മുടെ സീയിലേക്കാണ് കേട്ടോ. അവൻ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിന്ന് കുളിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ടിങ്ങിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് ജർമ്മനി പോകുന്ന ട്രിപ്പിനെ പറ്റി അവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെൻടൗനെയാണ് കാണിക്കുന്നത്. ഹീറോയിനെ മീറ്റ് ചെയ്യാൻ വന്നേക്കുവാണ്. എന്നിട്ട് പറയും ഇന്നപോലെ എനിക്ക് പോകേണ്ടതുണ്ട്, കോച്ച് എന്നെ വിളിച്ചു, എനിക്ക് ട്രെയിനിങ്ങിന് പോകണം എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അതേപോലെ അവളോട് പറയും നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ പറയും ഓക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ പോകും കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സീനെയാണ് കേട്ടോ. സീ റൂട്ടിങ്ങിനെ തപ്പി റൂമിൽ വന്നേക്കുവാണ്. അപ്പോൾ അവിടെ ആരെയും കാണാത്താകുമ്പോഴത്തേക്കും അവിടെയുള്ള സർവൻറ്റ് പറയും ഇവിടെയുള്ള ആൾ പോയി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൻ പറയും എന്നോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും സർവൻറ്റ് പറയും അവളുടെ ലഗേജൊക്കെ ആയിട്ടാണ് പോയേക്കുന്നത്, സ്കൂളിലേക്കായിരിക്കും പോയേക്കുന്നുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും സി പറയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ റൂമിൽ പോയിട്ട് ഇങ്ങനെ വിളിക്കും കേട്ടോ. വിളിക്കുന്ന സമയത്ത് നമ്മുടെ റൂട്ടിങ് ആണെന്നുണ്ടെങ്കിൽ കോള് പതിയായിരിക്കും കേട്ടോ അറ്റൻഡ് ചെയ്യുക. എന്നാലും അവന് കുറച്ച് ഇതാവട്ടെ എന്നുള്ള രീതിക്ക്. എന്നിട്ട് നമ്മുടെ സി ചോദിക്കും നീ ഇപ്പോൾ എവിടെയാണ്, നീ സ്കൂളിലേക്ക് പോവുകയാണോ, നീ എന്താ പറയാണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും അല്ല ഞാൻ ജർമ്മനിക്ക് പോവുകയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സി ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും, ജർമ്മനിയിൽ എപ്പോഴാണ് പോവുക, ഇനി എന്നാ തിരിച്ചു വരിക എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും നീ എന്തിനാ അതിനകത്ത് അതാലോചിച്ചിങ്ങനെ കെയർ ആക്കുന്നതെന്നുള്ള രീതിയിൽ നമ്മുടെ റൂട്ടിങ് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സി പറയും നീ നട്ടുണ്ടായിരുന്ന ആ ചെടിയിൽ കുറച്ച് ബ്ലോസം ഉണ്ടായിട്ടുണ്ട്, ഫ്രൂട്ട്സ് വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവും. എന്നിട്ട് അവൾ പറയുമെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളാകെ സന്തോഷിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സി ആണെങ്കിൽ അവൻ്റെ ലഗേജൊക്കെ പറക്കി എടുത്തിട്ട് അവളെ കാണാമെന്നുള്ള രീതിയിൽ അവളെ കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീൻ വരുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ എങ്ങനെ നമ്മുടെ ഹീറോയിനെ കാണാൻ പോകും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ ഒന്ന് മെസ്സേജ് അയക്കും നീ എണീറ്റോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അവൾക്ക് സന്തോഷമാവും കേട്ടോ. അപ്പോഴത്തേക്ക് അവളിങ്ങനെ റൂമിലേക്ക് വന്നിട്ട് ചോദിക്കും നിനക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അവനാന്ന് പറയുമ്പോഴത്തേക്ക് അവളിങ്ങനെ കയ്യിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കട്ടെ വേദനയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അവനിങ്ങനെ മുതുകിലത്ത് ഇങ്ങനെ ചൊറിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയും ഇങ്ങനെയാണെങ്കിൽ ശരിയാവില്ല, നിനക്ക് ബാത്ത് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിങ്ങിനെ കോളാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഡിങ്ങിനെ കോളാക്കിയിട്ട് ഇവളിങ്ങനെ ചോദിക്കും നിങ്ങളിന്ന് ഫ്രീ ആണോ, ഇതുപോലെ നമ്മുടെ ഹീറോയിന് കുളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനാന്ന് പറയാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ബിഗ് മൗത്ത് പറയും അല്ലല്ല ഞങ്ങളിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇനി ഫ്രീ ഒന്നും ആവില്ല, നീ നോക്കിക്കോളാനൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള രീതി നിൽക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നത് സാരില്ല കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും അത് സാരില്ല ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ആ കർട്ടൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയുമെങ്കിൽ നീ ഇനി വാഷ് ചെയ്തിട്ടൊക്കെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പോകും കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ ഒരു ഒച്ച കഴിയുമ്പോഴത്തേക്കും അവളാകെ പേടിച്ചു, അവിടെ അവൻ്റെ അനക്കൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അപ്പോഴത്തേക്കും അവൾ ഓടി ബാത്റൂമിനുള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവിടെ നിൽപ്പുണ്ടാവും കേട്ടോ. അവൻ ഉടുപ്പൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്കും അവൻ ആ കർട്ടന് വലിച്ചിട്ട് അവനത് എടുക്കും കേട്ടോ. എന്നിട്ട് അവൾ പറയും സോറി ഞാൻ എൻ്റെ ഒച്ച കേൾക്കാത്തതുകൊണ്ട് അകത്തേക്ക് വന്നിയാന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും അത് ഷാമ്പു വീണതാണ്, ഞാൻ പറയുന്നതിന് മുന്നേ നീ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ പറയും ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളകത്തേക്ക് പോകും കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെൻടൗനെയാണ്. അവനിങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് അവിടുത്തെ ട്രെയിനിങ് ചെയ്യുന്ന സാറ് അവനെ പണീഷ് ചെയ്യുകയാണ്, ഇത്ര നാളും ട്രെയിനിങ് ചെയ്യാത്തതിന് പണീഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവനോട് ഫ്രാൻസിന് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് നീ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ റൂട്ടിങ്ങിനെയാണ് കേട്ടോ. അവളിങ്ങനെ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഇരുന്ന സമയത്ത് പെട്ടെന്ന് ടാക്സിയിൽ നമ്മുടെ സീ വന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ കാണുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് അവളിങ്ങനെ അതിനായിട്ട് സന്തോഷം, എനിക്കറിയായിരുന്നു നീ വരും എന്നുള്ള മട്ടിൽ അവളിപ്പോൾ അടുത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവനെ കാണില്ല കേട്ടോ. പിന്നെ അപ്പോൾ അവളിങ്ങനെ ആലോചിക്കും ഇവൻ എങ്ങോട്ട് പോയി എന്നുള്ള രീതിയിൽ ആലോചിച്ച് അവൾ പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സി അടുത്ത് വന്ന് നിൽപ്പുണ്ടാവും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ പറയും അതായത് എന്താണ് നമ്മുടെ ഫ്ലവർ ഇനിയും ഫ്രൂട്ട് ആവാനായിട്ട് ഇനി ഒരുപാട് സമയം എടുക്കും, പക്ഷേ എൻ്റെ ഹാർട്ട് അതിനെ സമ്മതിക്കുന്നില്ല, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് എനിക്ക് ഇനി സമയം വെച്ചിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ അവൻ്റെ ഇഷ്ടം മൊത്തം അവളോട് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അവർ തമ്മിൽ രണ്ടാളും കൂടി ഇങ്ങനെ കിസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവരുടെ സ്വയം അവർ തമ്മിൽ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സീ പറയെങ്കിൽ വാ നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും ഞാൻ നിന്നെ പറ്റിച്ചാൽ ഞാൻ ടിക്കറ്റ് ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ പറയാം ഓക്കെ ഞാൻ ഇനിയിപ്പോൾ നിന്നെ ബ്ലെയിം ഒന്നും ചെയ്യണില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ പറയും ഇപ്പം ഇനി നിനക്ക് എന്നെ ബ്ലെയിം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ സീൻ വരുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിലേക്കാണ് കേട്ടോ. ഹീറോ ഇങ്ങനെ കോഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഹെഡ്സെറ്റൊക്കെ
വെച്ചിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ വിളിക്കുന്നതൊന്നും അവൻ കേൾക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഇവൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ മിണ്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറി വന്നതെന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, ഇനിയിപ്പോൾ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയും, എനിക്ക് എന്താ കോഡിങ് പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കിത് പഠിക്കാൻ പറ്റിയില്ല, എന്നെ പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ ഹീറോനോട് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഹീറോ പറയും, ഇനിയിപ്പോൾ എന്താ, ഞാൻ നിന്നെ പഠിപ്പിച്ച് തരാം, വാ നീ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പഠിപ്പിച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഇരുത്തി കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് അവൻ പറയും, നീ ഇങ്ങനെ ടൈപ്പ് ചെയ്യാനൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ്റെ കമ്പ്യൂട്ടർ പെട്ടെന്ന് ഇങ്ങനെ ഹാക്കായി പോകും കേട്ടോ, ബ്ലോക്ക് ചെയ്ത് പോകും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, നീ എൻ്റെ കമ്പ്യൂട്ടർ ബ്ലോക്ക് ചെയ്ത് നശിപ്പിച്ചു എന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും അവൾ പറയും, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവൻ പറയും, ഓക്കെ നീ എന്നാൽ കമ്പ്യൂട്ടർ എന്താ റീസ്റ്റാർട്ട് ചെയ്യ്, അത് ശരിയാവും എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്തിട്ട് അവളിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് വെച്ചാൽ പ്രൊഫസർ ഇവരെ ഞാൻ കാണാൻ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഡിങ്ങും ബിഗ് മൗത്തും കൂടി പിടിച്ച് നിർത്തുവാണ്. അവനെ കൈ വയ്യ, അവനെ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, അവൻ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് അവരിങ്ങനെ പറയും, എന്തെങ്കിലും പറയേണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രൊഫസർ പറയും, ഇല്ല എനിക്ക് എന്തായാലും അത്യാവശ്യ കാര്യമുണ്ട്, എനിക്ക് അവനോട് സംസാരിക്കണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഓക്കെ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ റൂമിൻ്റെ പുറത്ത് വന്ന് നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കും പ്രൊഫസറൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവൾ വേഗം ചെന്നിട്ട് എന്നെ വിളിക്കും, പ്രൊഫസർ വന്നിട്ടുണ്ട്, എണീക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനിങ്ങനെ ഉറക്കപ്പിച്ചിലായിരിക്കും. എന്നിട്ട് പറയും, ഓക്കെ എണീക്കാം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പ്രൊഫസറിനോട്, പ്രൊഫസർ ഞാനിപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഈ പ്രൊഫസർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഇവനെന്ത് ഇത്ര ലേറ്റ് ആവുന്നതെന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മൾ ഡിങ്ങും ബിഗ് മൗത്തും പറയും, അവനെ കൈ വയ്യാത്തല്ലേ, അവൻ ഡ്രസ്സ് ഇടാനായിട്ട് അതാണ് ലേറ്റ് ആവുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും എന്താണ് അവനിങ്ങനെ വാതിൽ തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് സർവന്റിനെ പോലെ നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറഞ്ഞു കൊടുക്കുന്നത് പുതിയ സെർവൻ്റ് ആണെന്നൊക്കെ ഞാൻ പറയും. അപ്പോഴത്തേക്ക് താഴെ വീഴുമ്പോഴത്തേക്കും ഇത് ആരുടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇതെടുത്ത് തലയിൽ വെക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്, എൻ്റെയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫസർ പറയും, എൻ്റെ ഫ്ലാറ്റിലേക്ക് ഒരു സെർവൻറ്റിന് ആവശ്യമുണ്ട്, ഫോൺ നമ്പർ ഒന്ന് തരാമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോനെ അത് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഹീറോനാണെങ്കിൽ പേടിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, പ്രൊഫസർ ഇത് ലില്ലിനാണെന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസർ പറയും, ഞാൻ വന്നതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം സംസാരിക്കാനാണ്, ഒരു കമ്പ്യൂട്ടർ പ്രൊജക്റ്റ് ഉണ്ട്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് നീ ചെയ്തേ പറ്റത്തുള്ളൂ, അപ്പോൾ നിൻ്റെ സെക്കൻഡ് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അതിൽ നിന്ന് നീ ഒഴിഞ്ഞിട്ട് ഇത് ചെയ്യണം, നീ ആലോചിച്ചിട്ട് പറയണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അയാളങ്ങനെ പോകും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അപ്പോൾ നീ സെക്കൻഡ് ഡിഗ്രി ഇനിയും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നീ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, എനിക്ക് നിൻ്റെ കൂടെ ഇനിയും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, അതിനിപ്പോൾ എന്താ, ഞാൻ നിൻ്റെ കൂടെ ഇനി എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യത്തില്ലേ, പിന്നെ എന്താ, നീ ഇതെന്തായാലും ചെയ്യണം, ഇതൊരിക്കലും കളയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാകെ സന്തോഷമാവും, അവളെൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് അവന് ഒരുപാട് സന്തോഷമാകുമ്പോഴത്തേക്കും അവർ ഓക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടി എന്താ നമ്മുടെ പ്രൊഫസറിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് അവർ ചെയ്യാനായിട്ട് തയ്യാറാണെന്നുള്ള രീതിയിൽ പ്രൊഫസറിൻ്റെ അടുത്തേക്ക് ഓടിച്ചു നിന്നിട്ട് പറയും, ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പ്രൊഫസറിനും ഇത് കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമാവും കേട്ടോ. അതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഇവരിങ്ങനെ ഹോസ്റ്റലിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അതായത് എന്താണ്, ഇവർ ഗേൾസ് ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, നെക്സ്റ്റ് ഇയറിലൊരു ഏഷ്യയിൽ ഒരു കോട്ട അവൈലബിൾ ആണ്, അവിടെ ഒരാൾക്ക് മാത്രം എത്താൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സീറ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, എനിക്കും അവിടെ പോകണം എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ റൂട്ടിങ്ങിനകത്തേക്ക് കയറി വരും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായോ, സക്സീഡ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും റൂട്ടിങ് പറയുമ്പോൾ സൂപ്പർ സക്സസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചെറിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ റൂട്ടിങ് നമ്മുടെ ഹീറോയിനോട് ചോദിക്കും, നിൻ്റെയും ഫാങ്യുക്കയുടെയും കാര്യം എന്തായി, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എവിടം വരെ എത്തിയെന്നൊക്കെ എന്നെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയുമേ, അതങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് ഇങ്ങനെ അവർ തമ്മിൽ നിനക്ക് വേണ്ടി വഴക്കുണ്ടായ കാര്യം വെച്ചാൽ സീയും നമ്മുടെ ഹീറോയിൻ തമ്മിൽ ഹീറോയിന് സീനെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അന്ന് റൂമിൽ വെച്ച് വഴക്കുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ അവളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോഴത്തേക്ക് അവൾ പറയും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ചെറിയ നിന്നിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ വെൻടാവ് കൂളിംഗ് ഗ്ലാസും തൊപ്പിയൊക്കെ വെച്ചിട്ട് അവളെ കാണാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയും, എൻ്റെ ട്രെയിനിങ് സാറിനെ പുറത്തേക്കൊന്നും വിടുന്നില്ല, പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അപ്പോൾ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്, പുള്ളിക്കാരൻ കണ്ടതിന സീനാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ
എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അവൻ്റെ ട്രെയിനിങ് ചെയ്യുന്ന ആ പുള്ളിക്കാരൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും സാറിനെ കാണുമ്പോഴത്തേക്കും അവനാകെ പേടിച്ച് പോട്ടോ. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ പുറകിൽ പോയി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ പറയും, നീ വേഗം വാ, നമുക്ക് ഇനി ട്രെയിനിങ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കാല് വെച്ച് അടിച്ചിട്ട് പറയുമ്പോൾ ഓടുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തട്ടുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും അവൾ പറയും, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഓടിപ്പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പ്രൊജക്റ്റിൽ എന്ത് പ്രൊജക്റ്റ് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു സബ്ജക്റ്റും കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ്റെ കൈ വയ്യാണ്ടായപ്പോഴത്തേക്കിന് ബ്രഷിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ അവൾ അതൊക്കെ പറ്റി ആലോചിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം, പക്ഷെ അതൊന്നും നമ്മുടെ ഹീറോയിൻ കാണിക്കുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം അവളിങ്ങനെ കോളേജിൽ വന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇതൊരു എന്താണ് ഫിസിക്കലായിട്ട് പ്രശ്നമുള്ളവർക്ക് വൈകിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ യൂസേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, ഒരു ബ്രഷാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവിടുത്തെ പ്രൊഫസർ വയ്ക്കും, നിനക്ക് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, ഇന്നപോലെ അവളുടെ ഫ്രണ്ടിന് എന്താണ് ഒരു ഫിസിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ ഇന്നപോലത്തെ സംഭവങ്ങളൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകുന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫസർ അറിയും, നമ്മുടെ ഫാൻ യൂക്കേക്ക് വയ്യാത്തതല്ലേ, അപ്പോൾ നീ എന്തായാലും അവന് കൊടുത്തിട്ട് അവനത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ ഓക്കെ എന്നൊക്കെ പറയും. പിന്നെ സാറിനെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കും, ലില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്ന് വയ്ക്കുമ്പോഴത്തേക്കും അവനാന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാറ് പറയും, ഓക്കെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോകും കേട്ടോ. ആ സമയത്തേക്കും നമ്മുടെ ഹീറോയിനോട് നമ്മുടെ ഹീറോ പറയുന്നത് എനിക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്ങും അതുപോലെ സൂലിനും കൂടി നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോകും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോ നടന്നു വന്നിട്ട് പറയാം, ബ്രഷൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നൊക്കെ ഞാൻ പറയട്ടെ നമ്മുടെ ഹീറോയിനോട്. അപ്പോൾ ചോദിക്കും എന്താ കാര്യം എന്ന് വയ്ക്കുമ്പോഴത്തേക്കും, നീ എനിക്ക് വേണ്ടിയിട്ട് ഇത് ഡിസൈൻ ചെയ്തില്ലേ, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഞാൻ പറയട്ടെ. അപ്പോഴത്തേക്കും അവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും. ആ സമയത്ത് നമ്മുടെ സൂലിനും വാങ്ങും കൂടി വന്നിട്ട് പറയും, ലില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ ഓക്കെ ഇത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ബ്രഷൊക്കെ കൊണ്ട് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സൂലിനും വാങ്ങും ചോദിക്കും, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എവിടം വരെ എത്തി എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും, ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്, പക്ഷേ എനിക്ക് അവനോട് ചെറുതായിട്ട് ഒരു ഡിഫറെൻറ്റ് ഫീലിങ്സ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സുലിൻ പറയാം, അന്ന് ഞാനിപ്പം ഫാൻ യുക്കെനോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ ഫാൻ യുക്കെ എന്ന് വിളിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ പൊത്തുന്നയാണ്ടോ പൊത്തുന്നയാണ്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ വാങ് പറയാമെന്ന് ഞങ്ങൾക്ക് ഡിന്നർ വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ പറയും, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും അങ്ങോട്ട് പോകുന്നതാണ്ടോ കാണിക്കുന്നത്. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെൻടൗനെ ട്രെയിനിങ് ചെയ്യുന്ന സാറിങ്ങനെ വഴക്ക് പറയുന്നത്, അതായത് അവനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ എല്ലാവരും ഫ്രാൻസിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്, പക്ഷേ ഇവൻ മാത്രമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ പറയും, ഞാൻ ചെയ്യാം, മണ്ടയ്ക്കുള്ളിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരനെ തല്ലാനൊക്കെ പോകുമ്പോഴത്തേക്കും അവർ പറയും, തല്ലണ്ട സാർ, അവനെല്ലാം ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ മെയിലൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് സ്റ്റാർക്കിലേക്ക് പോകാനുള്ള അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതറിയുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയും, നമ്മുടെ ലില്ലിനും കൂടെ ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട്, അവൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗന് സന്തോഷമാവും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ അവനെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ ആപ്ലിക്കേഷനൊക്കെ തപ്പിയെടുത്തിട്ട് ഞാൻ ഇത് പോയി സബ്മിറ്റ് ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനതെടുത്തിട്ട് ഓടുന്ന കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ ആലോചിക്കുകയാണ് പോകണോ വേണ്ടതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മുടെ വാങ്ങൊക്കെ വന്നിട്ട് പറയും, നീ എല്ലാം നല്ലപോലെ തീരുമാനിച്ചിട്ട് വേണം എടുക്കാൻ എന്നൊക്കെ ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ തീരുമാനിക്കണം, നമ്മുടെ ലൈഫ് കരിയറും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം തീരുമാനിക്കണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊരു സ്വപ്നം ആയതുകൊണ്ട് തന്നെ അവളത് കൺഫേം ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഹീറോയിൻ കൺഫർമേഷൻ കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സൂര്യൻ ചോദിക്കുന്നുണ്ട്, നീ ഫാൻ യുക്കെനോട് പറയുന്നില്ലേ ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, നമ്മൾ വീട്ടിലൊരു ഹോട്ട് പോട്ട് നടത്തുന്നുണ്ട് അങ്ങനെ പറയും എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ വാങ് പറയും, എങ്ങനെയാണെങ്കിൽ നമുക്ക് വെൻടൗൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിക്കാം എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അങ്ങനെ അവരെല്ലാവരും വിളിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, അവരിങ്ങനെ ചർച്ച ചെയ്യുകയാണ്, ഇനിയിപ്പം നമ്മുടെ ലില്ലിൻ നമ്മുടെ ഹീറോയിനെ പ്രൊപ്പോസ് ചെയ്യാനായിരിക്കുമോ വിളിച്ചു വരുത്തുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വെൻടൗൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് വെൻടൗൻ്റെ ഫ്രണ്ട്സ് പറയും, ഇവരും ഫ്രാൻസിന് പോവുകയാണ്, നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ വെൻടൗൺ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കും കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ടിങ്ങിനെയാണ്. റൂട്ടിങ് നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും റൂട്ടിങ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നീ ഫാൻ യുക്കെനോട് അവതരിപ്പിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ അവൾ പറയുന്നുണ്ട്, അവൻ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പോവില്ല എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ
അവള് പറയും എന്താണ് നമ്മുടെ ഹീറോ ഒരിക്കലും അങ്ങനെ പറയൂല. അവൻ പോവണ്ടാന്നേ പറയുള്ളൂ എന്നൊക്കെ പറയും ട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന് പറയാണ് അവള് ഫ്രാൻസിൽ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അതിനുള്ള പാർട്ടിയാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻറ്റാവനൊക്കെ സന്തോഷമാവും ട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയിൻ്റെ മുഖത്ത് എപ്പോഴും ഭയങ്കര സങ്കടമൊക്കെ ആയിരിക്കും. അവനൊന്നും മിണ്ടുന്നൊന്നുണ്ടാവില്ല ട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും അവന് സങ്കടമായി ഉണ്ടാവും എന്നുള്ളത്. അതിനുശേഷം നമ്മുടെ വെൻറ്റാവും പറയും ഞാനും ഫ്രാൻസിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ വെൻറ്റാവ് പിന്നെ പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാകെ സങ്കടമാവട്ടെ. എന്നിട്ട് ഹീറോ പറയും ഓക്കെ നീ നിൻ്റെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻറ്റാവ് പറയും നീ എന്ന് എന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും കൺഗ്രാറ്റുലേഷൻ വെൻറ്റാവ് എന്നൊക്കെ പറഞ്ഞ് അവനെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ടോ കാണിക്കുന്നത്. എന്നിട്ട് എന്താണ് അവന് ഒരു കുപ്പി ബിയറൊക്കെ അടിച്ചിട്ട് പറയും നീ പേടിക്കൊന്നും വേണ്ട ഞാൻ ലില്ലിനെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹീറോ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാവരും പാർട്ടിയൊക്കെ ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ പുറകെ പോകും കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ പറയും ഞാൻ ഇന്ന പോലെ പോവുകയാണ് നിനക്കൊന്നുമില്ല നോക്കിയപ്പോഴത്തേക്ക് അവൻ പറയും നിൻ്റെ ഡ്രീംസ് അല്ലാതെ നീ അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്നെ പറഞ്ഞു വിടും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ വീട്ടിലകത്തേക്ക് വന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും അവൻ എന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സുലിൻ പറയും അവൻ എന്തുകൊണ്ട് നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ടെൻഷനായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ എയർറൂട്ടിങ് പറയും ഞാനൊരു കോൾ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ സീനെ വിളിക്കട്ടോ. എന്നിട്ട് പറയും ഒരു മിഷൻ ഉണ്ട് നീ അത് ചെയ്യേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീ ഇങ്ങനെ ഫോൺ ഓണാക്കി വെച്ചിട്ട് നമ്മുടെ ഹീറോനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഹീറോനോട് ചോദിക്കുക എന്താ നീ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും ലില്ലിൻ ഫ്രാൻസിലേക്ക് പോവല്ലേ അപ്പോൾ അതിൻ്റെ ചെറിയൊരു അപ്സെറ്റ് ആണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എയർറൂട്ടിങ് ഇവരെല്ലാവരും കേൾപ്പിക്കുന്നുണ്ടാവും കേട്ടോ സ്പീക്കർ ഫോൺ ഇട്ടിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സീ ചോദിക്കുന്നുണ്ട് അവനോട് നീ എന്തുകൊണ്ടാണ് അവളോട് പോകണ്ടെന്ന് പറയാതിരുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും അത് അവളുടെ ഡ്രീമാണ് അവൾ ചെറുപ്പം മുതലേ ആഗ്രഹിച്ച ഒന്നാണ് അപ്പോൾ അവളോട് ഞാൻ പോകണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല അവൾ തിരികെ വരുന്നവരെ ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോ കാര്യങ്ങളും അവന് ഇങ്ങനെ അവളെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ഇവൾ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവൾക്ക് ഒരുപാട് സങ്കടമായിട്ട് അവളിരുന്ന് കരയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സീനെ പുറത്തോട്ട് വരും കേട്ടോ. എന്നിട്ട് എല്ലാവരെയും കണ്ടിട്ട് ഹായ് ഒക്കെ കൊടുക്കും. എന്നിട്ട് നമ്മുടെ സീ ചോദിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ പോകണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും റൂട്ടിങ് പറയില്ല ഞാൻ ഇന്ന് ലില്ലിൻ്റെ കൂടെയാണെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അവൻ ചോദിക്കുക എന്നാൽ എനിക്കുള്ള ഗിഫ്റ്റ് ഇതാ ഞാൻ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളതിന് 2 കിസ് കൊടുക്കും. ഒന്ന് മിഷൻ പാസ്സായതിന് പിന്നെ നീ എന്നെ കാണാൻ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2 കിസ് കൊടുക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഹീറോയിൻ പറയും ഞാൻ അവനെ പ്രൊപ്പോസ് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ എന്നെ എങ്ങനെ പ്രൊപ്പോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീൻ വരുന്നതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഹോം ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി ട്രെയിനിലിരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിനോട് ഒരുപാട് സംസാരിക്കണം എന്നുണ്ട് പക്ഷേ അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ കിടന്നിട്ട് അവൻ കേൾക്കുന്നുള്ള രീതി അവനോട് അവളുടെ ഇഷ്ടം തുറന്നു പറയുകട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അവൻ ഹെഡ്ഫോണൊക്കെ വെച്ച് ഇരിക്കുകയായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും അവൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കിനും ചോദിക്കും നീ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല വയ്ക്കുമ്പോഴത്തേക്കും അവൻ ചോദിക്കും എന്താ സംസാരിച്ച് വയ്ക്കുമ്പോഴത്തേക്കും അവൾ പറയും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും കേട്ടോ. അതിന് ശേഷം കാണിക്കുന്നത് വെച്ചാൽ അവരിങ്ങനെ അവരുടെ ഹോം ടൗണിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഷോളൊക്കെ ഇട്ട് കൊടുക്കും. കോൾഡാണ് നീ ഇത് ചുറ്റിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് ശേഷം ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ രണ്ടാളുടെ പാരൻസ് വന്നേക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മയോടൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവരെ ഡിന്നറിന് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവർ പറയും അവർക്ക് ഫംഗ്ഷൻ ഉണ്ടാവുകൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് ഹീറോയിൻ്റെ അമ്മയൊക്കെ പോകും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനെയും വിളിച്ചിട്ട് ഹീറോയിൻ്റെ അമ്മയും പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോകുന്ന കണ്ടോ കാണിക്കുന്നത്. അതിന് ശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് വിൻഡോയിലൂടെ നമ്മുടെ ഹീറോ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ടോ അവനോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ കേട്ടോ. കുറേ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മ വന്നിട്ട് എന്താ നീ കാണിക്കുന്നത് ഇത്രയും തണുപ്പുണ്ടായിട്ട് നീ ഇതൊക്കെ തുറന്നിട്ടേക്കുവാണോ എന്നൊക്കെ പറഞ്ഞു അവളുടെ അമ്മ ജനലൊക്കെ ക്ലോസ് ചെയ്തിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയക്കും നമ്മുടെ ഹീറോ ഡിന്നർ കഴിച്ചോ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ഇങ്ങനെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കും കേട്ടോ. എന്നിട്ട് അവൻ്റെ റൂമിൽ വെട്ടം കാണുമ്പോഴത്തേക്ക് അവനെ കാണാൻ വേണ്ടിയുള്ള രീതിയിൽ പെട്ടെന്ന് എണീറ്റ് ഇറങ്ങി ഓടുന്ന കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എറിയുന്നൊക്കെയുണ്ട് കേട്ടോ ആ സമയത്ത്. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട് താങ്ക് യു ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് താങ്ക് യുക്കിയുടെ അച്ഛൻ വന്നിട്ട് ചോദിക്കും എന്താ പറഞ്ഞത് നീ എന്താ പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും ഒന്നുമില്ല ഞങ്ങൾ പോയി കിടന്നു എനിക്കോ നല്ല തണുപ്പുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് എന്താണ് അപ്പോൾ ആ പുള്ളിക്കാരൻ ഇവളെന്താ ഇങ്ങനെ ഒരു മാറ്റമൊക്കെ ഉള്ള രീതിയിൽ പുള്ളിക്കാരനൊക്കെ കിളിയോട്ട് നിൽക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം കാണുന്നത് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഇങ്ങനെ ഫാങ് യുക്കിനെ പറ്റിയ ഓരോ കാര്യങ്ങളൊക്കെ ഇവളോട് ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട്. അതായത് ഫാങ് യുക്ക് നിന്നെ ഒരുപാട് കെയർ ചെയ്യുന്നില്ലേ നിനക്ക് വേണ്ടി അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ആ സമയത്ത് നമ്മുടെ ഹീറോയിനെ അവൻ്റെ മെസ്സേജിനെ നോക്കും. അതായത് അവൻ വീട്ടിലാണ്, അവൻ ഇതേപോലെ പാർട്ടിയിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം ഇവർ രണ്ടാളും കൂടി കാണണം എന്നുള്ള രീതിയിൽ ഇവർ കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയോട് ഹീറോയിൻ ചോദിക്കും നമുക്ക് ന്യൂ ഇയർ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ എന്നെ ചോദിച്ചിട്ട് അവരത് പ്രിപ്പയർ ആക്കി പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരുന്ന കേട്ടോ കാണിക്കുന്നത്. രണ്ടാളും കാണാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വേണ്ടിയുള്ള രീതിയിൽ നടന്ന് പോകുന്നത് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കൊടുക്കട്ടോ. എന്നിട്ട് ചോദിക്കും താങ്ക് യുക്ക് എവിടെ ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ പറയും അവനിപ്പോൾ പുറത്തേക്ക് പോയതുള്ളൂ, പുറത്ത് നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്, നീ ഇപ്പം അവൻ്റെ റൂമിൽ വെയിറ്റ് ചെയ്യാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ റൂമിലേക്ക് കടന്ന് ചെല്ലുമ്പോഴത്തേക്കും അവിടെ അവരുടെ ഓർമ്മകളായിരിക്കും. കാരണം ഇനി മുന്നേ ഉണ്ടായ നമ്മുടെ ഹീറോയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ ഓർമ്മകളും ഹീറോയിനെ കളക്ട് ചെയ്ത് വെച്ചൊരു മ്യൂസിയം പോലെ ആക്കി വെച്ചേക്കുമായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഹീറോയിനാണെങ്കിൽ അതൊക്കെ എടുത്ത് വായിക്കുമ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാവും ഒരുപാട് അവനെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ അവനെ കാണാൻ വേണ്ടിയിട്ട് ആ മന്നത്ത് അവൾ ഓടി പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടി അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയിനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനെ തേടിയിട്ട് അവളിങ്ങനെ ഓടുന്നതാണ് കാരണം അവളുടെ ഇമോഷൻസൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ആണ് നമ്മുടെ ഹീറോയിനെ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ. കണ്ടുമുട്ടിയതിന് ശേഷം അവർ തമ്മിൽ ചെറിയ റൊമാൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് അവൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയും ഒരുപാട് കാലം നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ലേറ്റായി പോയി, ഇപ്പോഴാണ് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത്, നീയാണ് എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നെടുക്കുന്നത്, പക്ഷെ ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് മുന്നെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, നീ എൻ്റെ കൂടെ ഉണ്ടാവണം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിനെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നതാണ് കേട്ടോ. അങ്ങനെ അവൾ അവളുടെ റൂമിലേക്ക് കയറി പോകുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ഹീറോയിനോട് വിൻഡോൻ്റെ അവിടെ ഇങ്ങനെ വരാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോ പറയും നീ ഫോൺ വെക്കുക, അപ്പോൾ ഹീറോയിൻ പറയും നീ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ഹീറോയിൻ ഫോൺ വെക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോ ഇങ്ങനെ മെസ്സേജ് അയക്കും നമുക്ക് നാളെ ഡേറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ഹീറോ എണീറ്റിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും അവൻ വേഗം ഡോറെടുത്ത് ഫ്രഷ് ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ചോദിക്കേണ്ടത് എങ്ങോട്ടാണ് പോകാമെന്നൊക്കെ. എന്നിട്ട് അവർ കപ്പിൾസായിട്ട് രണ്ടാളും കൂടി മൂവീസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ സെർച്ച് ചെയ്തിരിക്കുക എങ്ങനെ കപ്പിൾസ് തമ്മിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവരിങ്ങനെ സ്വിമ്മിങ് ചെയ്താലോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ഇതൊക്കെ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുള്ളിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും അന്ന് നമ്മൾ കപ്പിൾസ് അല്ലായിരുന്നല്ലോ എന്നൊക്കെ എന്നെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ട് എന്നെ കൊടുത്തിട്ട് പറയും ഇതാണ് ഏറ്റവും ഫസ്റ്റ് ബോയ് ഫ്രണ്ട് ചെയ്യേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് അവളത് കഴിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവരിങ്ങനെ പറയുന്നുണ്ട് നമുക്കിനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യണ്ടേ, നമ്മൾ കപ്പിൾസായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവരൊരു ഗെയിം പ്ലേ ചെയ്താലോ എന്നുള്ള രീതിയിൽ അവർ ഗെയിം കളിക്കാനായിട്ട് ഷൂട്ടിംഗ് ഗെയിം കളിക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ഒച്ച കേൾക്കുമ്പോഴത്തേക്കും അവനാകെ ഞെട്ടിപ്പോകും. കാരണം അത് അവൻ ആലോചിക്കുന്നതാണ് കേട്ടോ. അവൻ കിസ് ചെയ്യുന്നതായിട്ട് അവനിങ്ങനെ തിങ്ക് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ അവൻ തിങ്ക് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം ഈ ഗെയിമിനിടയിൽ നമ്മുടെ ഹീറോയിൻ അറിയാണ്ട് ഹീറോയിൻ്റെ കണ്ണിലിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കണ്ണിലിങ്ങനെ റെഡ് കളറായിട്ട് പോകും കേട്ടോ. ഒരു ഡാമേജ് പറ്റുന്നുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും എനിക്ക് വൈകിട്ട് വേദനിക്കുന്നുണ്ട്, എനിക്ക് പെയിൻ കില്ലർ വേണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചിരിച്ചിട്ട് അവളിങ്ങനെ കിസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്, പെയിൻ കില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഹീറോയിൻ അവൻ്റെ ഒരു പെയിൻ കില്ലറായിട്ട് കിസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കാണിക്കുന്നത്. അതിനുശേഷം അവൻ്റെ കണ്ണിലിങ്ങനെ ഹൈ ഡ്രോപ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടാളും കൂടി ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നടന്നു വരുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോയിൻ പാരീസിൽ പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്പം നമ്മൾ അതിന് മുന്നേ വന്നിട്ട് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും ഇങ്ങനെ സംസാരിച്ച് അതൊക്കെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഇവരിങ്ങനെ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ സൈക്കിൾ റൈഡിനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. റൈഡിന് പോകുന്ന സമയത്ത് അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോസ് നമ്മുടെ ഹീറോ വാൾപേപ്പറാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ചു പോകുന്ന നേരത്ത് നമ്മുടെ ഹീറോയിൻ്റെ സൈക്കിൾ പഞ്ചർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ സൈക്കിളിൽ അവളെ
നിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് അവിടെ വന്നതിന് ശേഷം അവരിങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ കൊഞ്ചിക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് കൊഞ്ചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ കൂടെയുള്ള എല്ലാ നിമിഷങ്ങളും ഒന്നും കൂടെ എന്താ പറയുക ഹാപ്പി ആയിരിക്കണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ ഇത്ര നാളും മിസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് വീണ്ടും കൊണ്ടുവരണം. നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് മിസ്സായി പോയതൊക്കെ നമുക്ക് ഇനിയും തിരികെ കൊണ്ടുവരാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കും കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ എടുത്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും യൂണിഫോമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കുട്ടികളെ പോലെ ചില സ്കൂൾ കുട്ടികളെ പോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടത് പോലെയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ ലെറ്റർ കൊടുക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്, ആക്ഷൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും ഇല്ല അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പോകാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പിടിച്ചിരുത്തുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് അവർ പറയും എന്താണ് നമുക്ക് സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അവർ സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഹീറോയിൻ പറയും നമുക്ക് എൻട്രൻസ് വഴി കയറാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും നമ്മളിപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം നമുക്ക് വേറെ വഴി പോകാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മതിലൊക്കെ ചാടി ഇങ്ങനെ പോകും നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ഒരു സാറ് വന്നിട്ട് കുട്ടികളെ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് അവർ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് ശേഷം അവരെത്തുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റുഡിയോയിലായിരിക്കും കേട്ടോ. അവരുടെ സ്റ്റുഡിയോയിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അത് കാണിച്ചു കൊടുക്കും കേട്ടോ. അത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും വേണ്ട ഇവിടെ നമുക്ക് പോകണ്ട, ഇവിടെ ഒരുപാട് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായേക്കണേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഹീറോ പറയും നമുക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആക്കാം, നല്ലൊരു മൂമെൻറ്റ്സ് ആക്കാം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ പറയും എന്താണ് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ലെറ്റർ തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥലം ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് കിസ് ചെയ്യുന്നുണ്ടോ കാണിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് പ്രിൻസിപ്പളും അവിടുത്തെ സാറും വന്നിട്ട് അവരിങ്ങനെ കാണും കേട്ടോ. എന്നിട്ട് അവിടുത്തെ സാറ് പറയും അന്ന് നിങ്ങളെ ഞാൻ റൂഫിൽ വെച്ച് കണ്ടപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കിസ് ചെയ്യുന്നോ എന്നങ്ങനെ ചോദിച്ചിട്ട് അവരെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും കേട്ടോ മറ്റേ പ്രിൻസിപ്പളിന്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും അത് അന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവളെൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഹീറോയിനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവിടുത്തെ സാറ് ഇങ്ങനെ പിടിച്ചിട്ട് വാ നിങ്ങൾ സാധാരണ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം കാണുന്നത് വെച്ചാൽ നമ്മുടെ റൂട്ടിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ റൂട്ടിങ് ആണെങ്കിൽ ഇവനെ കണ്ടപ്പോഴത്തേക്കും അതിനോട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവനകത്ത് വരുമ്പോഴത്തേക്കും അവളിങ്ങനെ വേഗം ചെന്ന് ഹഗ് ചെയ്ത് നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഈ റൂട്ടിങ്ങിൻ്റെ ഹെയർ അവൻ്റെ മേത്ത് ഇങ്ങനെ കുടുങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ റൂട്ടിങ്ങിൻ്റെ അച്ഛനും അമ്മയൊക്കെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് ചോദിക്കുക എന്താണ് പോവാതിരുന്നത്. അപ്പോഴത്തേക്കും പാരൻറ്റ് പറയും ബാഡ് വെതർ ആയതുകൊണ്ടിട്ട് ക്യാൻസലായിപ്പോയി ഫ്ലൈറ്റ് എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും ഇത് ആണ് കുക്ക് ചെയ്യാൻ വേണ്ടി വന്നതെന്നൊക്കെ എന്നെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ സീനെ തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. അതിനുശേഷം എന്താണ് അവനെ കുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ അടുക്കളയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ റൂട്ടിങ് ചോദിക്കും നീ എന്താ പറയാൻ വന്നെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടാന്ന് പറയാൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും അതിപ്പോൾ നല്ലൊരു സിറ്റുവേഷൻ അല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവൻ ചോദിക്കുക നല്ല സിറ്റുവേഷൻ ചോദിക്കുമ്പോഴത്തേക്കും നീ ഇനി എപ്പോഴാണ് എന്നെ കിസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ട് അവനിനെ കിസ് ചെയ്യുന്നിട്ട് പറയും ഇപ്പോഴാണ് അതിനുള്ള നല്ല സമയം എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ റൂട്ടിങ്ങിന് ഓർഡർ ചെയ്യാൻ വേണ്ടി പോകും. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ പറയും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും പിന്നെ സെർവ് ചെയ്യുന്നതാട്ടോ കാണിക്കുന്നത്. ഇത് അവന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും അവളുടെ ഫാദർ പറയും ഇവിടെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവനോട് ചോദിക്കും ഇവിടെ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും സദേൺ യൂണിവേഴ്സിറ്റിയിലാണ് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് എന്താ റിലേഷൻ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും ഞാൻ റൂട്ടിങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൻ ചോദിക്കും എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും അത് എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും പറയണ്ടായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് റൂട്ടിങ് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫാദറിന് റൂട്ടിങ്ങിനെ പറ്റി തന്നെ പറഞ്ഞു കൊടുക്കുക. അതായത് റൂട്ടിങ് എല്ലാ കാര്യങ്ങളും പണ്ട് മുതലേ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ പറയും അത് അങ്ങനെയൊന്നുമല്ല ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അവൾ ഏറ്റവും നല്ല ഇതാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കി തന്നത് റൂട്ടിങ് ആണെന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് അവളെ പറ്റി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ റൂട്ടിങ്ങിൻ്റെ അച്ഛൻ പറയും ഇനി റൂട്ടിങ് പറയട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും ഡാഡി പറഞ്ഞത് ശരിയാണ് എന്താണ് ഞാനിപ്പോൾ എല്ലാം കൊണ്ടും സീരിയസ് ആണ്, ഞാൻ ഒരുപാട് അവനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിനും കൂടി ഇങ്ങനെ ലൈബ്രറിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബുക്സൊക്കെ വായിക്കുന്നുണ്ട്. അതുപോലെ അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ കളിക്കാം എന്നുള്ള രീതിയിൽ ഓരോ പ്ലേ ഒക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ലൈബ്രറിയിൽ പോയി നിന്നിട്ട് അവരിനെ കിസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെയും അവരുടെ സ്നേഹം പങ്കിടുന്നതാണ് കേട്ടോ കാണിക്കുന്നത്.
അങ്ങനെ അവർ കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്ന സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന് പാരീസിൽ പോകാനുള്ള ഡേറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ അവളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരുവാണ്. അവിടെ യാത്ര അയക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രണ്ടാൾക്കും ഭയങ്കര സങ്കടമുണ്ട്, തമ്മി പിരിഞ്ഞു പോകുന്നതിന് സങ്കടമുണ്ട്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചിട്ട് രണ്ടാൾ നിൽക്കുന്നതാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഹീറോയ്ക്ക് ഒരു സ്പെക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റായിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് കണ്ണിൻ്റെതൊക്കെ പെട്ടെന്ന് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വെക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വെൻറ്റാവും ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നമ്മുടെ വെൻറ്റാവ് പറയും ഞാനും ഈ ഫ്ലൈറ്റിൽ തന്നെയാണ്, ലില്ലിൻ വാ പോവാം, ഞാൻ ഒരുമിച്ച് നമുക്ക് പോകാമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് അവളെയും വിളിച്ചിട്ട് പോകാൻ നിൽക്കുന്നതാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനതൊന്നും പുറത്ത് കാണിക്കാണ്ട് മറച്ചു വെച്ച് നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ വിതുമ്പുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രണ്ടോ ചോദിക്കുക എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചോടിയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുവാണ് കേട്ടോ. എന്നിട്ട് പറയും എനിക്ക് നിന്നെ വിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് രണ്ടാളും കൂടി എന്നെ കരയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ പറയും എനിക്ക് നിന്നെ വിട്ടിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞ് രണ്ടാളും കൂടി ഇങ്ങനെ കിസ് ചെയ്യുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും വെൻറ്റാവുൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയും എന്താണ് ലില്ലി ഇങ്ങനെ ഹഗ് ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൻറ്റാവ് പറയാതെ അവർ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സ് പറയും അവർ ഹഗ് മാത്രമല്ല കിസ്സും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കണ്ണ് പൊത്തിട്ട് അവനിത് കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും നമ്മുടെ ഹീറോയിനും ഭയങ്കരമായിട്ട് കരഞ്ഞ് അവരിങ്ങനെ കിസ് ചെയ്യുന്ന കേട്ടോ കാണിക്കുന്നത്. വെൻറ്റാവും ഹീറോയിനും കൂടി ഫ്രാൻസിലെത്തുന്നതാണ് കേട്ടോ. അങ്ങനെ അവർ റൂമിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ റൂമിലെത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിൻ്റെ റൂമിലേക്ക് അവിടെ ടവർ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഹീറോ പറയും എനിക്കും നിൻ്റെ കൂടെ അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഏജൻറ്റ് ഇങ്ങനെ പൈസ ചോദിക്കുന്നതാണ് റൂമിൻ്റെ റെൻറ്റ് 2000 ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും 1000 അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിന്നെ അങ്ങനെ 2000 ആയെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ടാവും. ഹീറോ അപ്പം തന്നെ അവിടുത്തെ ആളെ വിളിച്ചിട്ട് മെയിൽ അയക്കും, ഇന്ന പോലെ 1000 റുപ്പീസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് മെയിൽ അയക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൻറ്റാവ് പറയും ഞാൻ കൊടുക്കാം പൈസ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ 2000 റുപ്പീസ് എടുത്ത് കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ഇതാ വെയിറ്റ് ചെയ്യും, നമ്മുടെ ഹീറോ എന്തോ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റെൻ്റൽ ഇൻഫോർമേഷൻ അവിടെ ലാൻഡ്ലോഡ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ 1000 റുപ്പീസാണ് 2000 ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അത് ഏജൻറ്റിനോട് പറയും ഇത് കേൾക്കൂ നിങ്ങൾ 1000 റുപ്പീസേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഏജൻറ്റ് പറയും നിങ്ങൾക്കിപ്പം അവിടെയും ഒരു ബോയ് ഫ്രണ്ടിനാക്കിയിട്ടാണോ നിങ്ങളിങ്ങനെ വന്നേക്കുന്നത് എന്നുള്ള നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ വെൻറ്റാവ് ചോദിക്കും നിനക്ക് ഹെൽപ്പ് വല്ലതും ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും വേണ്ട അതിൻ്റെ ആവശ്യമില്ല, നീ പോയിട്ട് നിൻ്റെ ഇതെല്ലാം ചെയ്തോളാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ വിടും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ വീഡിയോ കോൾ ചെയ്യണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോ മിസ് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ബിഗ് മൗത്തും ഡിങ്ങും ഞങ്ങളും മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവരെ ഓടിച്ചു വിടും കേട്ടോ. പിന്നെ സീൻ വരെ നമ്മുടെ ഹീറോയിന് വേണ്ടി ഫ്ലവേഴ്സൊക്കെ അയക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ സ്റ്റാർക്കിൻ്റെ ആ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും സ്റ്റാർക്കിനെ വെൽക്കം ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൂലിൻ നമ്മുടെ ഹീറോയിനെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ എല്ലാവരോടും പറയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരിങ്ങനെ പറയണം അവരിപ്പോൾ ട്രയോ ആയി നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വാങ് പറയും അതെ നമ്മുടെ ആക്ടിവിറ്റീസിലൊന്നും ആരും ഇല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ റൂട്ടിങ്ങിനോടും പറയും റൂട്ടിങ്ങിന് ഇപ്പം നമ്മുടെ ആക്ടിവിറ്റീസിലൊന്നും കയറാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റൂട്ടിങ് പറയും അതെ എനിക്കിപ്പം അധികം സമയമൊന്നുമില്ലല്ലോ, എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിനോട് കൂടെ ഇരിക്കാനാണ് ഉള്ളതെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുലിൻ പറയും ഡേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും എനിക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ പറയും ഓക്കെ എന്നുള്ള മൈൻഡിൽ നമ്മുടെ സുലിൻ പറയും. അതിനുശേഷം നമ്മുടെ റൂട്ടീൻ നമ്മുടെ സീനിനെ മെസ്സേജ് നമുക്ക് നാളെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ച് കണ്ടാലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീ പറയും നിനക്ക് അവിടെ ഇഷ്ടമല്ലായിരുന്നല്ലോ പിന്നെ എന്ത് തോന്നി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ കാണാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ആയി കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം നമ്മുടെ സീ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവിടെ റൂട്ടിങ് വന്നിട്ട് എന്നെ കണ്ണുകൂത്തിയിട്ട് ആരാണെന്ന് പറയാമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീ കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ റൂട്ടിങ് പറയും നമുക്കിവിടെ പിക്ചേഴ്സ് എടുത്തല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീ പറയും അതിനിപ്പോൾ എന്താ പിക്ചേഴ്സൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റൂട്ടിങ്ങിൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്ത് കൊടുക്കുന്നതാണോ കാണിക്കുന്നത്. ആ സമയത്ത് ആ പിക്ചറിലൂടെ അവിടുത്തെ ഫ്ലവേഴ്സിൻ്റെ ലീഫിനൊക്കെ ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീ ഇത് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ പറയും ഡിസീസൊക്കെ വന്നിട്ടുണ്ട് അതിനി സ്പ്രെഡ് ആയാലോ എന്ന് പേടിച്ചിട്ട് അവിടുത്തെ ആളോട് ഇങ്ങനെ ഇൻഫോം ചെയ്യുന്നതാണോ കാണിക്കുന്നത്. അങ്ങനെ അവിടെ ഇൻഫോമൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ റൂട്ടിങ് അവിടെ ഒരു റോസൊക്കെ കാണുമ്പോഴത്തേക്കും അതിനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നമ്മുടെ സീ പറയും അത് ചൈനീസ് റോസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. അതായത് നമ്മുടെ റൂട്ടിങ് പറയും എന്തിനെപ്പറ്റി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അതേപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്.
അടുത്ത സീൻ വരുന്നത് വെച്ചാൽ നമ്മുടെ സീ നമ്മുടെ ഹീറോനെ കാണാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, നീ എന്താ വിളിക്കാണ്ട് വന്നെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സീ പറയും, ഇനിയിപ്പം എപ്പോൾ വിളിച്ചാലും നീ ലില്ലിനെ വിളിക്കുമായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ. അതേപോലെ തന്നെ അടുത്ത സീൻ വരുന്നത് വെച്ചാൽ നമ്മുടെ റൂട്ടിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ സൂര്യൻ ചോദിക്കും, എന്താ പ്രശ്നം ഉണ്ടായി ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയുമ്പോൾ അതായത് അവന് കൂടുതലും അവൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് നേരെ. എൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ പിക്ചേഴ്സ് എടുക്കുന്നത് മൊത്തം ചെടീൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീ പറയും, ഞാൻ ഇന്ന് റൂട്ടിങ് ആയിട്ട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, നീ അല്ല എൻ്റെ റിലേഷൻഷിപ്പ് നല്ലതാക്കി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് നീ ഇപ്പം എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നമ്മുടെ ലില്ലിയും വിളിക്കുന്നു പറഞ്ഞിട്ട് എന്നെ പോകാൻ പോകും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീ പറയും, നിൽക്ക് എനിക്കൊരു ഇത് പറഞ്ഞു തരാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, നീ എന്താണോ തുടങ്ങിയത് അതിൽ തന്നെ നിന്ന് നീ അവസാനിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങ് പോകും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ചോദിക്കും, എന്താ എത്ര ലേറ്റ് ആയി ചോദിക്കുമ്പോഴത്തേക്ക് അവൻ എന്താ അവരുടെ തമ്മിൽ വഴക്ക് മാറ്റാൻ വേണ്ടി നിൽക്കുകയെന്നൊക്കെ തന്നെ പറയും കേട്ടോ. പിന്നെ കാണുന്നത് വെച്ചാൽ അവർ തമ്മിൽ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളാണ്, അവർ ഫുഡ് കഴിക്കുന്നതും ഒരുമിച്ച് സംസാരിച്ചിരിക്കുന്നതൊക്കെ കേട്ടോ. അതിനുശേഷം സീൻ വരുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോ ഇങ്ങനെ ഫുഡ് കഴിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ലില്ലിനെ വിളിക്കും കേട്ടോ. അപ്പോൾ ചോദിക്കും, എന്താ നീ ഇത്ര നേരത്തെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, റൂമിലെ പൈപ്പ് ഒന്ന് ലീക്കായി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, ഞാൻ വേഗം പ്ലംബറിനെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറയാം, നീ ഇപ്പോൾ ഒരു ക്ലോത്ത് വെച്ചതൊന്ന് മൂടാനൊക്കെ എന്ന് പറയും കേട്ടോ. അതിനുശേഷം സീൻ വരുന്നത് വെച്ചാൽ നമ്മുടെ സീ റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. റൂട്ടിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീ പറയും, സോറി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതിൽ പെരുമാറിയിലൊക്കെ സോറി, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീനെ സോറിയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ എന്താണ് റൂട്ടിങ് പറയും, ഇപ്പം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീ ആ ഒരു റോസ് സോസ് ഇതിനെ കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും, ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുക, ഇനി ചൈനീസ് റോസ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീ പറയും, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നത് എന്തെങ്കിലും സ്വീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ അവർ തമ്മിലങ്ങനെ ഹഗ് ചെയ്യുന്ന കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണുന്നത് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ്റെ കോൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ എണീറ്റ് റൂമിൽ നിന്ന് എണീറ്റ് ഓടി പുറത്തേക്ക് ഇറങ്ങുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഡിങ്ങും ബിഗ് മൗത്തും ഒക്കെ എണീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും, നമ്മുടെ ലില്ലിയും കാരണം ഞങ്ങളിപ്പോൾ നേരത്തെ എണീക്കാൻ പറ്റിയെന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണുന്നത് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ക്ലോത്തൊക്കെ വെച്ചിട്ട് ആ ലീക്കായ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വെൻട വന്നിട്ട് പറയും, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവൻ ശരിയാക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, അതൊന്നും ആവശ്യമൊന്നുമില്ല, ഫാങ്ക്യൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് തുണി വെച്ച് അടച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൻ വലിയ അളവിൻ്റെ സ്പാനറും വെച്ചിട്ട് മുറുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ പൈപ്പ് ഒന്നുകൂടി ലീക്കായിട്ട് വെള്ളം തെറിക്കുന്നതാണ്ടോ കാണിക്കുന്നത്. എന്നിട്ട് അവൻ അപ്പം തന്നെ പറയും, ക്ലോത്ത് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് അവിടെ ആൾ വന്നിട്ട് പ്ലംബർ വന്നിട്ട് അതൊക്കെ ശരിയാക്കിയിട്ട് പുള്ളിക്കാരൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെൻടാവും അവളോട് സോറി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതില്ലെന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഡ്രസ്സൊക്കെ നനഞ്ഞ് എന്താ ചെയ്യുന്നത് നോക്കുമ്പോഴത്തേക്കും അവൻ പറയാൻ സാറില്ലേ ഞാൻ വേറെ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോകട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോ ഇങ്ങനെ വിളിക്കും, അതായത് പ്ലംബർ വന്നോ ശരിയാക്കിയെന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവ് അതിൻ്റെ ഇടയിലേക്ക് വന്നിട്ട് പറയും, പ്ലംബർ വന്ന് അതൊക്കെ ശരിയാക്കി പോയി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് ചെറുതായിട്ടൊക്കെ ഒന്ന് ടെൻഷൻ ആവും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെൻടാവിൻ്റെ ഫ്രണ്ട്സ് വെൻടാവിനെ കാണുമ്പോഴത്തേക്കും ഇവനെന്താ ഡ്രസ്സൊക്കെ മാറ്റി വന്നേക്കണം, ലില്ലിൻ്റെ വീട്ടിൽ പോയിട്ടതിന് ശേഷമാണല്ലോ ഡ്രസ്സൊക്കെ മാറ്റുന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. ചോദിക്കും, എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല, പൈപ്പ് പൊട്ടിപ്പോയി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവർ ചോദിക്കും, പൈപ്പ് ശരിയാക്കിയിട്ട് നീ അവളുടെ മുന്നിൽ ആളായോ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, അതിന് കാരണം ഞാൻ തന്നെയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും എന്താ അവൻ പറയും, അതാ എങ്ങനെയായാലും എന്താ നീ അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അതിന് ശേഷം നമ്മുടെ വെൻടാവും നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് ഹീറോ ചോദിക്കും, നീ എന്താ എവിടെ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, ഇന്നങ്ങനെ അധികം വർക്കൊന്നുമില്ല, നമുക്ക് പുറത്ത് പോയാലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അവിടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, നിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവ് പറയും, ആണെന്നൊക്കെ തന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയുമേ അല്ല എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹീറോയിൻ വെൻടാവിനോട് പറയും, നിനക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായില്ലേ, നീ ആൻസർ പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അവനോട് ചൂടാവുന്ന കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീൻ വരുന്നത് നമ്മുടെ ഹീറോ ഇതുപോലെ അവർ കഴിക്കാൻ പോകുന്ന ഫുഡിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഹീറോയിനെ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ വെൻടാവ് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ എടുത്തിട്ട് നമ്മുടെ ഡിങ്ങിന് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഡിങ്ങും ബിഗ് മൗത്തും കൂടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതാണ് കേട്ടോ. എന്നിട്ട് വേഗം നീ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെൻടാവും ഹീറോയിനും കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവരിങ്ങനെ പറയും, ഞങ്ങളിങ്ങനെ കുക്ക് ചെയ്യാൻ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്, പോയി നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് അവൻ ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവ് പറയും, അതൊന്നും ഹെൽത്തി അല്ല എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ മാറ്റി വെച്ചിട്ട് അവളെ
വിളിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാകെ വരെ ടെൻസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബിഗ് മൗത്ത് വന്നിട്ട് പറയാണ് പ്രൊജക്റ്റിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം, നീ എത്രയും പെട്ടെന്ന് പ്രൊജക്റ്റ് തീർത്തിട്ട് അവളുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഹീറോ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനും കമ്പ്യൂട്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് മൗത്ത് കോഫി എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ചോദിക്കും, നീ ഇപ്പോഴും ഉറങ്ങാണ്ടിരുന്ന് ചെയ്യുവാണോ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, അതെ നീ പോയി കിടന്ന് ഉറങ്ങിക്കും, നമുക്ക് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കേട്ടോ കാണിക്കുന്നത്. പിറ്റേ ദിവസം മോർണിംഗിൽ നമ്മുടെ ഹീറോ അപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിഗ് മൗത്ത് നല്ല ഉറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മുടെ പ്രൊഫസറിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ വരുമ്പോഴത്തേക്കും പ്രൊഫസർ വാങ് എന്ന് പറഞ്ഞിട്ട് മാനേജറിനെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. അപ്പോൾ മാനേജറും അവനെ അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല ഡിസൈനായിരുന്നു, അതുപോലെ തന്നെ ഇനിയും കുറച്ച് വർക്കും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോനൊന്നും സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഹീറോ പറയും, ആ ഓക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനതിന് എഗ്രി കൊടുക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് പറയും, സോറി എനിക്ക് വരാൻ പറ്റത്തില്ല, കുറച്ച് വർക്കും കൂടി ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, അത് സാരമില്ല, ഞാനിവിടെ എന്തായാലും ഓക്കെയാണ്, നിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചോദിക്കുക എപ്പോഴാണ് കഴിയുക ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. പിന്നെ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ നൈറ്റ് ഇങ്ങനെ പുറത്തു കൂടി പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ റൗഡീസൊക്കെ വന്നിട്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെൻറ്റോ ആണെങ്കിൽ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അവൾക്ക് സർപ്രൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹീറോയിനെ തേടി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ റൗഡീസ് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അവരിങ്ങനെ ഫൈറ്റ് ഉണ്ടാവുന്ന കേട്ടോ കാണുന്നത് രക്ഷിക്കാൻ നോക്കുമ്പോഴത്തേക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവളിങ്ങനെ പോലീസിനെയൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരാൾ വന്നിട്ട് അവളിനെ കമ്പി കൊണ്ട് അടിക്കാൻ പോകുമ്പോഴത്തേക്കും ആ അടി നമ്മുടെ വെൻറ്റോ ഏറ്റ് വാങ്ങുന്ന കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ റൗഡിയിൽ ഒരാൾ വന്നിട്ട് നമ്മുടെ വെൻറ്റോവിനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇവൻ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്ന സമയത്തായിരിക്കും അവൻ ആ കത്തിക്ക് കുത്തേക്കുന്നത്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് പോലീസിൻ്റെ ഒച്ച കേൾക്കുമ്പോഴത്തേക്കും അവർ പോലീസ് എന്നും പറഞ്ഞിട്ട് ആ റൗഡീസ് രണ്ടാളും കൂടി അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ബ്ലഡ് ആണെങ്കിൽ നിൽക്കുന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ആകെ പേടിച്ച് ഇങ്ങനെ കരയുമ്പോഴത്തേക്കും നമ്മുടെ വെൻറ്റോ പറയും, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ അവളെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര സങ്കടമായിട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളിങ്ങനെ ഇരുന്ന് കരയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് അവളിങ്ങനെ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിരുന്ന് കരയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവനെ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ കരയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കരയുവാണ് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോൻ്റെ കോൾ വരുമ്പോഴത്തേക്കും ഫാങ് യുക്കേനോടും ഇതെല്ലാം പറഞ്ഞിട്ടിരുന്ന് അവളിങ്ങനെ കരയാണ്, അവൾക്ക് പേടിയാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, നീ പേടിക്കണ്ട, അവനൊന്നുമില്ല, എല്ലാം ഓക്കെ ആവുമെന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഡോക്ടറോട് സംസാരിക്കുന്ന കേട്ടോ കാണുന്നത് വെങ്ടൗവിനെ പറ്റി. അപ്പോഴത്തേക്കും ഡോക്ടർ പറയുമ്പോൾ അവൻ ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവനൊരു അത്ലറ്റാണ്, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടർ പറയും ഇല്ല, അവനെല്ലാം റിക്കവറായിട്ട് വരുന്നുണ്ട്, എല്ലാം ഓക്കെ ആവുമെന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ വെൻടൗവിനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരുമ്പോഴത്തേക്കും വെൻടൗവിൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടാവും. അപ്പോഴത്തേക്കും അവരെല്ലാവരും വിളിച്ചുകൊണ്ട് പോയി പുറത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും അവരിങ്ങനെ പറയാം, അവന് ട്രെയിനിങ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയാം, അതൊന്നും സാരമില്ല, അതെല്ലാം ഓവർകം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പക്ഷേ റൂമിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കും വെൻടാവ് പിന്നെ കണ്ണുറന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഡോക്ടർ വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവ് പറയും, വേണ്ട, എൻ്റെ കൂടെ നീ ഇരിക്കുന്നു പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ സംസാരിക്കും, നീ ഇങ്ങനെ എന്നെ സേവ് ആക്കിയതിൽ ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞാൽ അവനോട് നന്ദി പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവ് പറയും, നീ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ, ഞാനത് നിനക്ക് വേണ്ടി ചെയ്തല്ലേ പറ്റത്തുള്ളൂ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ വെൻടാവ് പറയും, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ പറയും, നീ എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കാവോ ഇങ്ങനെ ചോദിച്ചിട്ട് അതിനെ ചിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അവൾ പറയും, ആ ഓക്കെ, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ എന്നെ പറയും കേട്ടോ. പിന്നെ സീൻ വരുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ഹീറോ കൊടുത്തുവിട്ട കേക്ക് കാണും കേട്ടോ. എന്നിട്ട് അവളത് അകത്ത് കൊണ്ടുപോയിട്ട് വിഷൊക്കെ ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ വെൻടൗവിന് വേണ്ടിയിട്ട് നൂഡിൽസ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതൊരുപാട് ഇങ്ങനെ ഹാർഡായി പോയിണ്ടാവും കേട്ടോ. എന്നാലും നമ്മുടെ വെൻടൗ അത് കഴിച്ചിട്ട് പറയും, ഒരുപാട് ടേസ്റ്റ് ഉണ്ട്, ഡെലീഷ്യസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത് കഴിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അതേപോലെ തന്നെ അവളിങ്ങനെ റൂമിൽ വന്ന് കിടന്നിട്ട് നമ്മുടെ ഹീറോയിനെ മെസ്സേജ് അയക്കുകയാണ്, അവൾ ടയേർഡാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും പുറത്താരോ വന്ന് തട്ടുന്നുണ്ടാവും കേട്ടോ. അവൾ ചെന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും കാണുന്നത് നമ്മുടെ ഹീറോനെയാണ് കേട്ടോ. അപ്പോൾ അവൾ പെട്ടെന്ന് ഇമോഷണലായി പോകും കേട്ടോ. അങ്ങനെ അവനെ ചെന്ന് ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് അവളിങ്ങനെ കരയുന്നതാണ് കാണിക്കുന്നത്. അതായത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു, വെൻടൗണിനെ സംഭവിച്ചപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്ത് കരയുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ കരയെടുത്ത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നതാണ് കേട്ടോ കാണുന്നത്.
പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ പിറ്റേ ദിവസം നമ്മുടെ വെൻടൗൺ കണ്ടിട്ട് നൂഡിൽസൊക്കെ കൊണ്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗ പറയുന്നത് ഒരുപാട് ടേസ്റ്റി ആയിട്ടുണ്ട്, നീ നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും അടിപൊളിയായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല, നമ്മുടെ ഫാങ്ക്യൂക്കെ വന്നിട്ടുണ്ട്, അവനാ കുക്ക് ചെയ്തെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെൻടൗ പറയും അവൻ എപ്പോൾ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഫാങ്ക്യൂക്കെ അകത്തേക്ക് കയറി വരും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ ചോദിക്കും വെൻടൗ നീ ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗവിന് അത്ര ഇഷ്ടപ്പെടില്ല, എന്നാലും അവൻ ആകെ ഒരു രീതിയിലൊക്കെ പറയും. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ ക്ലാസ്സിന് വേണ്ടി പോകുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മുടെ വെൻടൗവിൻ്റെ കാലൊക്കെ തടവി കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ ഫാങ്ക്യൂക്കെ വെൻടൗവിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് അവന് വേണ്ടിയിട്ട് ഇങ്ങനെ അവനോട് ഇങ്ങനെ താങ്ക്സ് പറയുകയാണ്, അതായത് നമ്മുടെ ഹീറോയിനെ സേഫ് ആക്കിയിൽ ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അവന് സൂപ്പൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ വെൻടൗ അത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അതുപോലെ ഓറഞ്ച് കൊടുക്കുമ്പോഴും അവൻ പറയുന്നത് എന്തെങ്കിലും പോയിസൺ വല്ലതും ഉണ്ടോ എന്നുള്ള രീതിയിൽ അവൻ അത് കഴിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അത് കഴിച്ച് കാണിക്കുന്നതിനകത്ത് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ കഴിച്ച് കാണിക്കുമ്പോഴത്തേക്കും അവൻ പറയാം നീ ഒരെണ്ണത്തിൽ മാത്രമേ ആക്കിയിട്ടുണ്ടാവില്ല, ബാക്കി എന്തെങ്കിലും ആക്കിയിട്ടുണ്ടാവും എന്നുള്ള മട്ടിൽ അവനെ സംസാരിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നീ എന്തുവാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ള രീതിയിൽ അവനവിടെ ഇരിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നൈറ്റ് നമ്മുടെ ഹീറോയിൻ നമ്മുടെ വെൻടൗനെ കാണാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗൻ ഒരുപാട് സന്തോഷമാവും കേട്ടോ. ഇത് നമ്മുടെ ഹീറോയിൻ ചോദിക്കും നീ എന്തൊന്നും കഴിച്ചില്ലേ, വെള്ളം കുടിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗ പറയും എനിക്കൊരുപാട് പേടിയുണ്ട്, നമ്മുടെ ഫാങ്ക്യൂക്കെ എന്നെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള രീതിയിലാന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ വെള്ളം എടുത്തിട്ട് പറയും ഇത് കുടിക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗവിന് അപ്പോഴും പേടി ഉണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയാത്തൊന്നുമില്ല നീ ഇത് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കൊണ്ട് കുടിപ്പിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ പറ്റി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ എന്താ പറയേണ്ടതെന്ന് അറിയാണ്ട് നമ്മളാകെ ഇങ്ങനെ ഇതാക്കി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോ വെള്ളം കൊണ്ടുവരും കേട്ടോ വെൻടൗവിന് കൊടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവനോട് പറയും നീ പുറത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ വെള്ളം കുടിച്ച് കാണിക്കും. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗ ഒന്നുമില്ല എന്നുള്ള മട്ടിൽ അത് കുടിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഹീറോയിൻ പുറത്തിരുന്നിട്ട് നമ്മുടെ ഹീറോനോട് ചോദിക്കുകയാണ് നീ ഇത്ര നൈസായിട്ട് വെൻടൗവിനോട് പെരുമാറുന്ന നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും അത് നിന്നെ പ്രൊട്ടക്ട് ചെയ്ത അവനല്ലേ അതുകൊണ്ടാന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് ഒരുപാട് സന്തോഷം, അവളിനെ താങ്ക്സ് ഒക്കെ പറയും കേട്ടോ. എന്നിട്ട് പറയും നീ അവനെ കെയർ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിറ്റേ ദിവസം നമ്മുടെ ഹീറോ അവനെ കെയർ ആക്കാൻ വേണ്ടിയിട്ട് അവനുള്ള ഫുഡൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗ പറയും എന്താ ലില്ലിനെ എവിടെ പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും ഞാനാ നിന്നെ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നതൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെൻടൗവിന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും എങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് വേറെ ഒരാളെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരു ജിമ്മൊക്കെ ഉള്ള ഒരാളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് പറയും ഇയാളെ നിന്നെ നോക്കൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗ പറയും വേണ്ട ഇയാളൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ ഓടിച്ചു വിടും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോ അവനോട് ഇങ്ങനെ നിനക്ക് വേണ്ടിയിട്ട് ഫുഡ് വേണോ വെള്ളം വേണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനോട് ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെൻടൗവിന് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ബെഡ് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശരിയാക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവൻ പറയുന്നത് എന്നെ ഒന്നും ചെയ്യേണ്ട എനിക്കറിയാം എല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇതാവുന്ന കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കും ഇവരിനെ ഹഗ് ചെയ്യുന്ന പോലെ കാണുന്നുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കും നിങ്ങൾ ഇത്ര ക്ലോസ് ആയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗ പറയും നീ തെറ്റിദ്ധരിച്ച് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് വേണം, ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വെൻടൗ ഇങ്ങനെ സംസാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവനോട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വായിലിങ്ങനെ ആപ്പിൾ കുത്തി വെക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവനെ അടിക്കുന്നത് എന്താ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ അവർ രണ്ടാളും അതിനായിട്ട് ടയേർഡായിട്ട് റൂമിൽ വന്ന് കിടക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയും ഞാൻ എനിക്ക് ചൈനയിലേക്ക് തിരിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ നേപ്പാട്ടാവണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ വയറ്റിൽ നിന്ന് സൗണ്ട് വരും കേട്ടോ വിശക്കുന്നത്. എന്നിട്ട് പറയും നീ പോയി കുക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ ഓടിച്ചു വിടുന്നതാണ്ടോ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും പുറകെ പോകുന്നുണ്ട് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയും നീ പോയിട്ട് വെൻടൗവിനെ ഒന്ന് വിളിച്ചു നോക്ക്, അവൻ എവിടെയാണ്, ഡിസ്ചാർജ് ആയില്ലേ, നമുക്ക് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും ഹീറോയിനെ കോളാക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെൻടൗ പറയും ഞാൻ ട്രെയിനിങ്ങിലാണ്, ഗ്രൗണ്ടിൽ വന്നേക്കുവാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ എന്താ ഗ്രൗണ്ടിലോ നീ ഓക്കെ ആയോ, നീ റെസ്റ്റ് എടുക്കണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗ പറയും പിന്നെ ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ള ഞാൻ ഇനി റെസ്റ്റ് എടുക്കണം എങ്ങനെയാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഗ്രൂപ്പ് മൊത്തം വെയിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ട്രെയിനിങ് ചെയ്യാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഫോൺ കട്ടാക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോ ഉണ്ടാക്കി കൊടുത്ത ഫുഡൊക്കെ കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്ടോ കാണിക്കുന്നത്. അങ്ങനെ രണ്ടാളും കൂടി അതേപ്പറ്റി സംസാരിച്ച് ഇരിക്കുന്നതാണ്ടോ
അടുത്ത സീൻ വരുന്നത് നമ്മുടെ വെൻടാവും ഫ്രണ്ട്സും കൂടി ഇങ്ങനെ ഗ്രൗണ്ടിൽ നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോഴേ ഇങ്ങനെ വന്നേ, നിനക്ക് ഓക്കെ ആയിട്ട് വരുന്നല്ലേ ഉള്ളൂ, പിന്നെ അതുപോലെ തന്നെ UK വന്നതിൽ നീ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവ് പറയും, അതിന് ഞാൻ ഒരിക്കലും വിഷമിക്കുന്നില്ല, കാരണം ലില്ലിൻ എപ്പോഴും ഹാപ്പി ആവുന്നത് അവൻ്റെ കൂടെയാണ്, ലില്ലിൻ എങ്ങനെയാണ് ഹാപ്പി ആവുന്നത് അതുപോലെ തന്നെ ഞാനും ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അതേപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അതേപ്പറ്റി ഒന്നും ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാം കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ UK പോകാൻ വേണ്ടിയിട്ട് യാത്ര ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ലില്ലിൻ പറയും, ഓക്കെ ഞാൻ ഇന്ന് കിടക്കാൻ പോവാം, നീ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ക്ലാസ് റൂമിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സ്റ്റാർക്കിനെ പറയും, നമുക്കൊരു മോഡൽ വന്നിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് ആ മോഡലിലാണ് ഡ്രോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും കാണിക്കുന്നത് നമ്മുടെ ഹീറോനെയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനൊക്കെ സർപ്രൈസ് ആയി പോകും, നമ്മുടെ ഹീറോ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും. എന്നിട്ട് നമ്മുടെ സ്റ്റാർച്ചിനെ പറയും ഹീറോയിനോട്, ഇത് നിൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, ബോയ് ഫ്രണ്ടിനെ മോഡലാക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ അവനെ നോക്കി വരയ്ക്കുന്നതാണ് കേട്ടോ, ഡ്രോ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും കേട്ടോ. അതിനുശേഷം ഡ്രോ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ മടങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചോദിക്കും, നീ എന്താന്ന് പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, ഞാൻ എൻ്റെ പ്രൊഫസറിന് ഇന്നെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് തന്നെ സന്തോഷമാവും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ നാട്ടിലേക്ക് തിരിച്ചു വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര സന്തോഷമാവും. അതുപോലെ തന്നെ റൂട്ടിങ്ങിന് അവർക്ക് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ വെൽക്കം ചെയ്തിട്ട് നമ്മുടെ ഡിങ്ങും ബിഗ് മൗത്തും കൂടി ഇങ്ങനെ ഒരു പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് പറയും, ഇതുപോലത്തെ പ്രോഗ്രാം ഒന്നും നീ ചെയ്യരുതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഡിങ് പറയും, ഞങ്ങൾ ഇത്ര പ്രൊജക്റ്റിനടക്ക് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, അതിനൊക്കെ താങ്ക്സ് ഉണ്ട്, പക്ഷേ ഇനി ഇതുപോലത്തെ അതൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് രണ്ടാർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ബിഗ് മൗത്ത് ചോദിക്കും, ഇതെന്ത് ഗിഫ്റ്റാന്നുള്ള രീതിയിലൊക്കെ അവരിങ്ങനെ നോക്കുന്നതാണ് കേട്ടോ. ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗിഫ്റ്റൊക്കെ അവരിങ്ങനെ നോക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗേൾസിൻ്റെ ഹോസ്റ്റൽ റൂമാണ്. അവിടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയാൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ ചോദിക്കട്ടോ, ടൈം സ്പെൻഡ് ചെയ്തോ എന്നൊക്കെയുള്ള രീതിയിൽ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, വെൻടോനെ കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. പിന്നെ സീൻ വരുന്നത് വെച്ചാൽ നമ്മുടെ സീയിലേക്കും റൂട്ടിങ്ങിലേക്കുമാണ് കേട്ടോ. അവരിങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് ചോദിക്കും, ഞാനാണോ ഫ്ലവേഴ്സാണോ ഏറ്റവും കൂടുതൽ ഭംഗി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീ പറയും നീയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയാം തെറ്റെന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയാം, എന്നാൽ രണ്ടുപേരും നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ പറയും അതും തെറ്റാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീ പറയും, എന്താണ് ഫ്ലവേഴ്സും ഭംഗിയാണ്, നിൻ്റെ ചിരിയും കാണാൻ ഭംഗിയാന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾക്ക് ചിരി വരും കേട്ടോ. അതിനുശേഷം നമ്മുടെ റൂട്ടിങ് പറയും, എന്താണ് വിൻ്റർ സീസണിൽ നീ റൂമിലേക്ക് പോകുന്നുണ്ടോ, നാട്ടിൽ പോകുന്നുണ്ടോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീ പറയില്ല പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയാൻ നീ എൻ്റെ വീട്ടിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ക്ഷണിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ കോൾ വരുന്നതാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാമെന്ന് നോക്കുമ്പോഴത്തേക്കും അവൾ പറയും ബാഗൊക്കെ പാക്ക് ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മ പറയും, കോവിഡ് സിറ്റുവേഷൻ കാരണം ഇപ്പോൾ ആർക്കും നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല, നീ അവിടെ തന്നെ തങ്ങാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, ഇല്ല എല്ലാവരും പോയി ഞാനും അങ്ങോട്ട് വരുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടോ കാണിക്കുന്നത്. എന്നിട്ട് ഉടനെ എന്താണ് ന്യൂസൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും സ്കൂൾ ഗ്രൂപ്പിൽ ഇങ്ങനെ വരും, പോകുന്നവർക്ക് എത്രയും പെട്ടെന്ന് പോകണം, 6 മണിക്ക് മുന്നേ ഡോറ് ഇങ്ങനെ ലോക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്ര പോകുന്നവർക്കാണെങ്കിൽ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് വെയിറ്റ് ചെയ്യാതിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ വരും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, നീ എവിടെയാണ്, നീ ന്യൂസ് കണ്ടിട്ടുണ്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും മാസ്ക് വാങ്ങാൻ വേണ്ടി നിൽക്കുകയെന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം 6 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആ ഗേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഗേറ്റ് അടക്കാൻ വേണ്ടി പോകുമായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഓടി അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ഹീറോയിനെ പിന്നെ ഹഗ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിനും കൂടി നടന്നു വരുന്ന സമയത്ത് അവിടെ ഹീറോയിനോട് അവിടുത്തെ ആളിനെ പറയും കയറി പോകാനായിട്ട് ഇങ്ങനെ പറയും കേട്ടോ, റൂമിലോട്ട് കയറി പോകാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവൾക്ക് ഇങ്ങനെ മാസ്ക് ഒക്കെ കൈമാറിയിട്ട് അവൾ അങ്ങനത്തെ അകത്തേക്ക് കയറി പോകും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനോട് അവിടുത്തെ ആൾ പറയുന്നുണ്ട് വേഗം റൂമിലേക്ക് പൊക്കോളാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഇനി അകത്തേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ എല്ലാ സ്റ്റുഡൻസും കൂടി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്.
അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ സി അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരാൾ വന്നിട്ട് പറയും അവിടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും സി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും റൂട്ടിങ്ങിൻ്റെ കോളായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സി റൂട്ടീനെ തിരിച്ച് വിളിക്കുമ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പോഴത്തേക്കും അവൻ ആകെ വെറീഡായിട്ട് അവളെ അന്വേഷിച്ച് ഓടുന്ന കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ റൂട്ടിങ് അവിടെ വന്നിട്ട് പറയും നിൽക്ക് ഞാൻ ഇവിടെ എത്തി, എന്താണ് നമുക്ക് ഇപ്പോൾ എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂട്ടിങ് അവൾക്ക് ആവശ്യമുള്ള മെഡിസിനും ഫുഡ് ഐറ്റംസ് എല്ലാം ആ പെട്ടിയിലാക്കിയിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സി പറയും നീ ഇവിടെ കിടന്നോ, ഞാൻ പുറത്ത് പോയി കിടക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടീൻ പറയും നീ എൻ്റെ കൂടെ കിടക്കണം എന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ റൂട്ടീൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇനി ക്വാറൻറ്റൈൻ ആയി പോവുമോ, ഈ സിറ്റുവേഷനൊക്കെ മാറുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ സി പറയും ഇതൊക്കെ പെട്ടെന്ന് മാറും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ആശ്വസിപ്പിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ സൂലിൻ ഇങ്ങനെ ലിലിനോട് ചോദിക്കുക നിനക്ക് ഫാങ് യുക്കിനെ കാണാണ്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിലിനും പറയും ഞാൻ ഇനി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഫാങ് യുക്കിയുടെ കോൾ വരും, വീഡിയോ കോൾ വരും, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിൽ നമ്മുടെ ഡിങ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫാങ് യുക്കി ചോദിക്കും നീ എന്താ ഹാപ്പി, നീ വീട്ടിലേക്ക് പോകണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഡിങ് പറയുക ഞാൻ വീട്ടിലേക്കൊന്നും പോകില്ല, വീട്ടിൽ പോയിക്കാൻ 6 മണിക്ക് എണീക്കണം, 8 മണിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോകുന്നൊക്കെ എന്നെ പറയൂട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിക്ക് പറയുമ്പോൾ ഓക്കെ എന്നാൽ നീ എൻജോയ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നതാണ്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഫുഡൊക്കെ കൊണ്ടിട്ട് PPT കിറ്റൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നതാണ്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്ക് സൂലിൻ ഭയങ്കരമായിട്ട് ഇന്ന് കരയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഇരുന്ന് കരയുന്ന വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സുലിൻ പറയും എൻ്റെ ബോയ് ഫ്രണ്ട് വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് നിനക്ക് എപ്പോഴാണ് ബോയ് ഫ്രണ്ട് ആയെന്ന് നോക്കുമ്പോഴത്തേക്കും അവളിങ്ങനെ പറയും എൻ്റെ ബോയ് ഫ്രണ്ട് ഇന്ന സ്ഥലത്താണുള്ളത്, ക്യാമ്പസിലാണ്, അവനെന്താ വിളിച്ചിട്ട് എടുക്കാത്തെന്നുള്ള രീതിയിൽ അവനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുന്ന കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോ ആണ് അവൾക്കിങ്ങനെ ഫുഡൊക്കെ കൊണ്ട് വന്നേക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് നീ എന്താ ഇവിടെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും ഞാൻ വോളണ്ടിയർലി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതുകൊണ്ടാണ് ഫുഡും കൊണ്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സംസാരിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ സൂലിൻ്റെ ബോയ് ഫ്രണ്ട് അവൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, അതിൽ ഒരുപാട് അവൾ ആശ്വാസമാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ നമ്മുടെ ഫാങ് യുക്കിനെ കാണാൻ വേണ്ടി ബാൽക്കണിയിൽ നിന്നിട്ട് ഫാങ് യുക്കി എന്ന് വിളിക്കുമ്പോഴത്തേക്കും വന്ന എല്ലാവരും കൂടി അവൾക്കിങ്ങനെ ടാറ്റ കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഇവളിങ്ങനെ ആലോചിക്കും അയ്യോ ഞാൻ ഇങ്ങനെ ഫാങ് യുക്കിനെ തിരിച്ചറിയാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫാങ് യുക്കി ഇങ്ങനെ ലവിൻ്റെ ഹാർട്ട് ഷേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സിമ്പിൾ ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാവും അതാണ് ഫാങ് യുക്കി എന്ന്. അപ്പോൾ അവൾ ഹാപ്പി ആയിട്ട് അവളും ആ സിമ്പിൾ കാണിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അവരതിന് ശേഷം അവിടെ നിന്ന് പോകുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ സൂലിൻ ഇങ്ങനെ കരയുന്നതാണ്, അവളുടെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ ബ്രേക്കപ്പ് ആകുമ്പോൾ എന്നൊക്കെ കരയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറയുന്നുണ്ട് കരയേണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സൂലിനാണെങ്കിൽ മേക്കപ്പിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യട്ടോ. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സി ഇങ്ങനെ അവിടുത്തെ പ്രൊഫസറോട് സംസാരിച്ചിട്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന് എനിക്കൊരു ഗേളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫസറിന് നമ്മുടെ റൂട്ടിങ്ങിനെ അറിയാമായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സി ചോദിക്കും നിനക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയാം അതൊന്നും ഇത്ര വലിയ കാര്യമല്ലല്ലോ, ഞാൻ എന്താ ഹോട്ട് പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൻ പറയും നമുക്ക് പോട്ട് വേണം, നമുക്കത് പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പോട്ടിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ പറയും നമുക്ക് വെജിറ്റബിൾസ് വേണം, നീ അത് വെജിറ്റബിൾസ് കൊണ്ടുവരാനൊക്കെ എന്നെ പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ റൂട്ടിങ് അവിടെ നിന്ന് വെജിറ്റബിൾസൊക്കെ ആയിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ജി ചോദിക്കും നിനക്ക് ഒരിക്കലും ഇതൊന്നോടും താല്പര്യം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നീ വെജിറ്റബിൾസൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും എനിക്ക് താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ നിനക്കതിനൊരു ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളതല്ലേ അതുകൊണ്ടാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സി ഇങ്ങനെ ഹഗ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവൾ പറയും നീ ശ്രദ്ധിക്കുക അത് ചൂടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഇനി നമ്മുടെ ഹീറോനോട് സംസാരിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ പോയതിന് ശേഷം ഇവളിങ്ങനെ ഹാർട്ട് ഷേപ്പിൽ പിന്നെയും കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെയുള്ള എല്ലാവരും പിന്നെയും ഹാർട്ട് ഷേപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ടിങ്ങിനെ എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ സി നേരത്തെ എണീറ്റുണ്ടാവും, അവളിങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഗാർഡൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ്ങിന് ഭയങ്കരമായിട്ട് സന്തോഷമാവും. എന്നിട്ട് നമ്മുടെ റൂട്ടിങ് അവനെന്നെ കിസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ നോക്കി ബാൽക്കണിയിൽ നിൽക്കുമായിരിക്കും. അപ്പോഴത്തേക്കും എല്ലാവരും കൂടി നമ്മുടെ ഹീറോനെ നടുക്ക് നിർത്തിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും അവൾക്ക് ഒരുപാട് സന്തോഷമാവും. അതുപോലെ തന്നെ നമ്മുടെ സൂലിനും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ ഹീറോയിൻ പറയുമ്പോൾ കുറച്ച് ഇത് മാറിയിട്ടുണ്ട്, നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാം, ലോക്ക്ഡൗൺ കഴിയാറായില്ലേ, നമുക്ക് കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സൂലിനോട് സംസാരിക്കുമ്പോൾ സൂലിൻ പറയും എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ, നീ അങ്ങോട്ട് പോകും, അവൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ കിടന്നുറങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ താഴെ വരുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വിളിക്കുമ്പോഴത്തേക്ക് അവൾക്ക് ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂടുന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്ക് അവിടുത്തെ ആൾ പറയും എന്താണ് ക്വാറന്റൈനിൽ ഇരിക്കണം 14 days എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും നീ പേടിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് മാറിക്കോളും, ചെറിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ സൂലിൻ്റെ അടുത്തേക്ക് അവിടെ നിന്നുള്ള ആൾക്കാർ വന്നേക്കാണ്, നിങ്ങൾ ഐസൊലേറ്റഡ് ആവണം, നമ്മുടെ ലില്ലിന് ഇതുപോലെ കുറച്ച് ഫീവർ ഉണ്ട്, അപ്പം നിങ്ങളും ക്വാറന്റൈനിൽ ഇരിക്കണം എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ ക്വാറന്റൈനിൽ റൂമിൽ കൊണ്ടുവന്നിട്ട് ആളിനെ പറയുവാണ് ഇടയ്ക്കിടയ്ക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റൂമിൽ ഇനി ആക്കിയേക്കുവാണ്. ആ സമയത്തായിരിക്കും വെണ്ടാവ് കോള് വിളിക്കുക. അപ്പോഴത്തേക്കും വെണ്ടാവിനെ അറിയുമ്പോഴത്തേക്കും വെണ്ട ചോദിക്കുന്നത് നിനക്ക് എന്താ പറ്റിയേ, അപ്പോൾ ക്വാറന്റൈൻ ആണെന്ന് പറയുമ്പോഴത്തേക്ക് അവനാകെ ടെൻസ്ഡ് ആവും കേട്ടോ. എന്നിട്ട് എന്താണ് നമ്മുടെ വെണ്ട പറയും ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, ചൈനയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലില്ലിൻ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, ചെറിയൊരു ഫീവറേ ഉള്ളൂ, നീ വന്നു കഴിഞ്ഞാൽ നീ ഐസൊലേറ്റഡ് ആവേണ്ടി വരും, നീയും ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും എന്നൊക്കെ എന്നെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും വെണ്ട പറയാം ഓക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കോള് കട്ട് ചെയ്യും. എന്നിട്ട് അവനിങ്ങനെ ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ അവളുടെ അമ്മേനെ കോൾ ചെയ്യുന്നതാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇതുപോലെ മെഡിക്കൽ വർക്കേഴ്സ് വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റുമോ ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറയില്ല സ്റ്റുഡൻസിന് അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. ആ സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ വിളിച്ച് ചോദിക്കുക എന്താണ് നിങ്ങളുടെ റൂം വ്യത്യാസമായി കിടക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും അത് ക്ലീൻ ആക്കുക എന്നൊക്കെ തന്നെ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ചോദിക്കും നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും ഓക്കെയാണ്, പക്ഷേ എനിക്ക് ഇത്തിരി ചൂടുവെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ എന്നെ വിളിച്ച് പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ സുല്ലിനെ ക്വാറന്റൈനിൽ ഇരിക്കുവാണ് കേട്ടോ. അവളിനെ കരയുവാണ്, അവളുടെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ അവളെ ഇട്ട് വെച്ച് പോയി, എന്നെ നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബിഗ് മൗത്ത് എന്നെ വീഡിയോ കോൾ ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുല്ലിൻ ചോദിക്കും നീയും ക്വാറന്റൈനിലാണോ ചോദിക്കുമ്പോഴത്തേക്ക് ബിഗ് മൗത്ത് പറയുമേ ഇല്ല എന്നൊക്കെ പറയും കേട്ടോ. അവൾ പറയും എന്നെ നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിനെ കരയുമ്പോഴത്തേക്കും നമ്മുടെ ബിഗ് മൗത്ത് അവൾക്ക് വേണ്ടി ഇങ്ങനെ പാട്ടൊക്കെ പാടി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സുല്ലിന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ അവർ രണ്ടാളും കൂടി ഇങ്ങനെ ഹാപ്പിയായിട്ട് സംസാരിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെൻടാവ് ഇങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറയാണ്ട് ലഗേജൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് ചൈനയിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ പറയും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഡേഞ്ചർ ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ പറയാം അതൊന്നും സാരമില്ല നീ ലഗേജ് പാക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിനോട് പറയുന്നത് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇന്നെ ഉറക്കം വരാണ്ട് ഹീറോയിനെ കോൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയും ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ താഴെ തന്നെ ഇരിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും കാണാൻ പറ്റത്തില്ല, നീ റൂമിൽ പോക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഹീറോയിനോട് പറയുന്നത് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണുന്നത് പിറ്റേ ദിവസം ഇങ്ങനെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നോർമൽ ടെമ്പറേച്ചർ അടിക്കുമ്പോഴത്തേക്കും പറയും ക്വാറന്റൈൻ 14 days ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്ക് അതിനായിട്ട് ഹാപ്പി ആവും. അത് നമ്മുടെ ഹീറോനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അവിടെ ഉള്ള ഒരാൾ എൻ്റെ ഫ്രണ്ട് കൊടുത്തു വിട്ടാന്ന് പറഞ്ഞിട്ടൊരു ബാഗ് കൊടുത്തു വിടുന്നുണ്ട്. അത് നോക്കുമ്പോഴത്തേക്കും കുറേ ജ്യൂസ് ബോട്ടിൽസും അതുപോലെ തന്നെ ഒരു QR കോഡിൻ്റെ ഐ ലവ് യു എന്നൊക്കെ ഇതൊരു കാർഡ് ഉണ്ടാവും കേട്ടോ. അത് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫാങ് യുക്കേൻ്റെ ചാനലിൽ നിന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അതിനകത്ത് ഐ മിസ് യു എന്നൊക്കെ ഫാങ് യുക്കെ പറയുന്ന പോലെ അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈവ് സ്ട്രീമിംഗ് പോലെ ഒരു ചാനൽ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ സീൻ്റെ ഗാർഡനാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ റൂട്ടീനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ റൂട്ടീൻ എന്താ എവിടെയെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്ന കേട്ടോ കാണിക്കുന്നത്. പിന്നെ സീൻ എന്ന് വെച്ചാൽ നമ്മുടെ വെൻടാവിൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലായി പോയിട്ട് അവനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് അവളെ ഇങ്ങനെ വെൽക്കം ചെയ്യാനായിട്ട്. അങ്ങനെ രണ്ടാളും കൂടി കണ്ടുമുട്ടി അവർ തമ്മിൽ എന്താണ് നമ്മുടെ ഹീറോ അവളെടുത്ത് കറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ഹാപ്പിനെസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എൻ്റെയൊക്കെ അവസാനത്തെ ആ ഒരു ഇയർ ആണ് കേട്ടോ കാണിക്കുന്നത്, അവരുടെ ഗ്രാജുവേഷൻ ഇയറിലാണ്. ആ സമയത്ത് ആ പാൻഡമിക് ആയിട്ടുള്ള ഒരു ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ എന്താണ് ഇൻ്റർവ്യൂക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയും ഫ്രണ്ട്സിനെയാണ് കേട്ടോ. നമ്മുടെ ഹീറോ ഒരു കമ്പനി ഓപ്പൺ ചെയ്തു. അപ്പോൾ അവിടെ എന്ത് പേരിടണം എന്നുള്ള അവർ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബിഗ് മൗത്ത് പറയും ഫാൻസ് ആവും ഇട്ടാൽ എന്താ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഡിങ്ങിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ ലില്ലിനും സൂലിനോട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സൂലി പറയും അവളുടെ കോമ്പാറ്റ് പൗഡർ തീർന്നു പോയി, അപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അവളിനെ പോകും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ലില്ലിനെ ലിഫ്റ്റിൽ കയറാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ജാവു എന്ന് പറഞ്ഞിട്ടൊരാൾ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആൾ നമ്മളെ ലില്ലിനെ അറിയുന്ന പോലെയൊക്കെ സംസാരിക്കാൻ ചോദിക്കും നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയുന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാമെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടി ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ എല്ലാവരും നമ്മുടെ ഈ ജാവു എന്ന് പറഞ്ഞ ആളോടൊക്കെ മിസ്റ്റർ ജാവു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരാൾ
എന്താണ് നമ്മുടെ ഹീറോയിൻ ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഒരു പെണ്ണ് അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിയെന്ന് വെച്ചാൽ നമ്മുടെ ലില്ലിനെ സൂലിനെ മെസ്സേജ് കാണാം, എവിടെയാണ് ലേറ്റ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂലിൻ വരുന്ന കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സൂലിൻ പറയും ഭയങ്കര ടഫായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നടന്ന ഇൻ്റർവ്യൂ കാണിക്കണം, അതായത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ 8,000 റുപ്പീസ് പിന്നെ ടാക്സ് ഉൾപ്പെടെ സാലറി കൊടുക്കാം, പക്ഷേ സൂലിന് 6,000 കൊടുക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സാലറി കൊടുക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അവിടെയുള്ള രണ്ടാളും ഇവരിങ്ങനെ ചൂസ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഇവർ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സൂലിൻ പറയും ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ലില്ലിനെ വിളിക്കുമ്പോഴത്തേക്ക് ലില്ലിൻ പറയില്ല ഫാങ് യുക്കിൻ്റെ കൂടെയാണ് ഇന്ന് പുറത്ത് പോയി കഴിക്കും എന്നൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് നല്ലപോലെ മഴ പെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫാങ് യുക്കി അവളോട് പറയും ഞാൻ അങ്ങോട്ട് വരാം, നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലില്ലിൻ പറയും വേണ്ട ഞാൻ വന്നോളാം എന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്ത് തന്നെ മറ്റേ ജാവു എന്ന് പറഞ്ഞ ആൾ കുടയും കൊണ്ടിട്ട് അവളുടെ പുറകെ ഇങ്ങനെ ഓടുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും അവൾ ഇങ്ങനെ പറയും, അയാൾ പറയും എന്താണ് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും ആ ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവിടെ വന്നിട്ട് പറയും താങ്ക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോളാം എന്നൊക്കെ നമ്മുടെ ഹീറോ നമ്മുടെ ആ ജാവുവിനോട് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അവളോട് ഇങ്ങനെ താങ്ക്സ് ഒക്കെ പറയും, അവളോട് കൊണ്ട് എത്തിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയും. അതിനുശേഷം അവർ രണ്ടാളും കൂടി ഇങ്ങനെ മഴയത്തൊക്കെ കളിച്ച് ചിരിച്ചൊക്കെ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ കമ്പനിയിൽ 2 ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ ഓരോ പ്ലാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അവരകത്ത് അതിനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് അപ്രൂവ് ആക്കും കേട്ടോ. അതിന് ശേഷം നമ്മുടെ സൂര്യനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതായത് അവൾക്ക് ഇങ്ങനെ മെയിൽ വരുമ്പോഴത്തേക്കും അതിനകത്ത് അവർക്കിങ്ങനെ ജോബ് കിട്ടി എന്നുള്ളതായിരിക്കും കേട്ടോ. അങ്ങനെ രണ്ടാൾക്ക് ജോലി കിട്ടിയില്ല, അവർ ഒരുപാട് സന്തോഷിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ഇവിടുന്ന് ഹീറോയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും, എനിക്ക് ജോബ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കട്ടെ. അതിന് ചോദിക്കും നിനക്ക് അവിടെ എങ്ങനെ പോകുന്നു ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് ഇങ്ങനെ അവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞില്ല, അവന് ഒരുപാട് സന്തോഷമാവും. നമ്മുടെ ഹീറോയിനെ മെസ്സേജ് അയക്കുമ്പോൾ ഇവിടെയും നന്നായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ജാവുവിനെ കുളിച്ച് വരുമ്പോഴത്തേക്ക് ഫോൺ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അന്നത്തെ സൂലിനും ലില്ലിനും ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അവരിങ്ങനെ നോക്കുന്നതാണ് ചെക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ അവളിനി വർക്ക് ചെയ്യാൻ പോകുന്ന BQ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് അവളെ ഇവിടെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. അതുപോലെ അവൻ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ കൂടെ ഇനി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പറയുന്നുണ്ട്. അതിനുശേഷം അവർ ഇങ്ങനെ ഒരു വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക്. എന്നിട്ട് പറയും നമ്മൾ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഈ വീട്ടിലായിരിക്കും താമസിക്കാൻ പോവുക, നമ്മുടെ കമ്പനീൻ്റെ അടുത്ത് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യുന്നതാണ്ടോ കാണിക്കുന്നത്. പിന്നെ ഈ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ടിങ്ങിലേക്കാണ്. റൂട്ടിങ്ങിൻ്റെ ഡാഡിയുടെ കമ്പനിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്ടോ കാണിക്കുന്നത്. ആ സമയത്ത് അവിടെയുള്ളൊരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ പറയും ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ വന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ റൂട്ടിങ്ങിനോട് പറയുമ്പോഴത്തേക്ക് റൂട്ടിങ് പറയും ആ ഓക്കെ ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂട്ടിങ് നമ്മുടെ സീനെ വീഡിയോ കോൾ ചെയ്യുന്നതാട്ടോ കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സീനോട് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാണ് ഇനി ഗ്രാജുവേറ്റ് ആവുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീ പറയും ഇനിയും 4 ഇയേഴ്സ് എടുക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ പറയും ഇനിയും ഞാൻ വെയിറ്റ് ചെയ്യണോ, നിനക്കറിയോ ഫാങ് യുക്കെയും ലില്ലിയിലൊക്കെ ഇനി അങ്ങനെയാണെന്നൊക്കെ ഉള്ള അറിയോ എന്നൊക്കെ പറയാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫാങ് യുക്കെയും ലില്ലിനും കൂടി അവിടെ അവരിങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്നതും പെയിൻ്റ് അടിക്കുന്നതാണ്ടോ കാണിക്കുന്നത്. എന്നിട്ട് ആ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് അവരുടെ ടീഷർട്ടിലൊക്കെ പെയിൻ്റ് ആയതൊക്കെ അവരത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നതാണ്ടോ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോയിന് പോകാൻ നേരത്ത് നമ്മുടെ ഹീറോ പറയും ഇതൊന്നും മറക്കാൻ പറ്റത്തില്ല, നമ്മൾ എന്തായാലും പെട്ടെന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് ഇവിടെ തന്നെ തിരികെ വരും എന്നൊക്കെ സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ സൂലിനും ബിഗ് മൗത്തും ടെക്കും കൂടി വീഡിയോ കോൾ ചെയ്യുന്നതാണ്. ആ സമയത്ത് നമ്മുടെ സൂലിനെ ഇങ്ങനെ പറഞ്ഞ കാര്യം എനിക്ക് വീടൊന്നും കിട്ടിയില്ല, റെൻറ്റ് ഒരുപാട് കൂടുതലാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പറയും ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ പറയും അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളിങ്ങനെ ആ വീഡിയോ കോൾ കട്ട് ചെയ്തിട്ട് പോകട്ടോ, നിങ്ങൾ നിങ്ങളുടെ വീട് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ പോകും. ആ സമയത്ത് നമ്മുടെ ഡിഗും ബിഗ് മൗത്തും നമുക്കിത് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ സൂലിന് അവൾക്കൊരു ഡ്രീം ഹൗസ് ഉണ്ടാവും, അതിൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും കേട്ടോ. ആ സമയത്തായിരിക്കും നമ്മുടെ ലില്ലിന് അവിടെ വരിക. എന്നിട്ട് ലില്ലിൻ പറയും ഇത് ഞങ്ങളുടെ ഹൗസാണല്ലോ, ഇത് നമ്മുടെ ഫാങ് യുക്കെ വാങ്ങിയെന്ന് പറയുമ്പോഴത്തേക്കും അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂലിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ. നിങ്ങളിത് വാങ്ങിയെന്നുള്ള രീതിയിൽ അവൾക്കിങ്ങനെ ദേഷ്യം വരുന്ന കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ വാങ്സി അവിടെ വരുമ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് സൂലിനെ കരയും കേട്ടോ. എന്നിട്ട് പറയും ഇവൾ 4 വർഷമായിട്ട് ഇതിനെ ബോയ് ഫ്രണ്ടിനെ കൊണ്ടിട്ട് എന്നോട് ജലസാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നൊക്കെ അറിയുമ്പോഴത്തേക്കും നമ്മുടെ വാങ് പറയും അതിനിപ്പോൾ എന്താ നീ വർക്കിന് പോവല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സൂലിൻ പറയും ഞാൻ വർക്കിന് പോയതിന് ശേഷം ഞാൻ ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും ബോയ് ഫ്രണ്ടൊന്നും വേണ്ട ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇടുന്നവൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളിനെ ദേഷ്യപ്പെടുന്ന കേട്ടോ കാണിക്കുന്നത്.
പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിന് ഒരു ബ്രേസ്ലെറ്റ് പോലെ സംഭവം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ വാങ് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവൾ പറയാതെ എൻ്റെ ഡ്രീമാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവളത് ഓഫീസിൽ ഇങ്ങനെ പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഹന്ന എന്ന് പറഞ്ഞ പെണ്ണില്ല, അവർ ഇൻ്റർവ്യൂ ചെയ്ത ആ പെണ്ണ് പറയും ഇത് ഐഡിയ കൊള്ളാം, പക്ഷേ നമുക്ക് ഒരു പേഴ്സണിന് യൂസ്ഫുൾ ആയിരിക്കില്ല, നമ്മുടെ കമ്പനിക്ക് അത്ര നല്ലതായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യും കേട്ടോ. ആ സമയത്ത് തന്നെ ജാവു വന്നിട്ട് പറയും ഇത് ഏറ്റവും നല്ല ഐഡിയ ആണ്, നമ്മൾ എത്രയും പെട്ടെന്ന് അറിയേണ്ട കാര്യം, ഒരു പേഴ്സണിന് ആവശ്യമുള്ള സംഭവമാണ്, അത് നമ്മുടെ ലിലിനെ കണ്ടുപിടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ലിലിനെ അപ്രീഷിയേറ്റ് ചെയ്യും. അതെല്ലാം നമ്മുടെ അവിടെയുള്ള ആൾക്കാരൊക്കെ കേൾക്കട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ ആലോചിക്കും ഇവന് ഒരു ക്ലൈൻ്റ് അല്ലേ, പിന്നെ എന്തിനാ ഇവൻ പറയുന്ന എല്ലാവരും കേൾക്കുന്നതെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും അടുത്തുള്ള പെണ്ണ് പറയും ഇത് ക്ലൈൻ്റ് ഒന്നുമല്ല, നമ്മുടെ ഈ കമ്പനിയുടെ ബോസ് ആണെന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാകെ ഞെട്ടിപ്പോകട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ റൂട്ടിങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പോൾ അതിനകത്ത് പങ്കെടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് ലീവ് വേണമെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് റൂട്ടിങ്ങിന് മെസ്സേജ് അയക്കും സീൻ എവിടെയാണ്, ഞാൻ അങ്ങോട്ട് വരാമെന്നാണ് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും സീ ഇങ്ങനെ കമ്പനിയിലേക്ക് വരുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് അങ്ങനെ നെട്ടിപ്പോയിട്ടുണ്ട്. റൂട്ടിങ് പറയും നീ എന്താ ഇവിടെ ഡാഡി കണ്ട വഴക്ക് പറയും, നീ നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീ അതൊന്നും മൈൻഡ് ആക്കില്ല കേട്ടോ. ആ സമയത്ത് കമ്പനിനകത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ്ങിൻ്റെ ഡാഡി ഇങ്ങനെ മിസ്റ്റർ സീ എന്നൊക്കെ പറയുന്നത് സംസാരിക്കുമ്പോഴത്തേക്കും അവളൊക്കെ നെട്ടി വെക്കും കേട്ടോ. നേരത്തെ പറഞ്ഞ ആ പ്രൊജക്റ്റിൽ ചെയ്യാൻ പോകുന്നുണ്ട്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ നമ്മുടെ സീ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഡാഡിക്ക് അതിനായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഡാഡി അത് അപ്രൂവ് കൊടുക്കും. ആ സമയത്ത് നമ്മുടെ റൂട്ടിങ്ങിനോട് പറയും നീ ലീവ് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഗ്രാൻഡ് ആയിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും എനിക്ക് ലീവൊന്നും വേണ്ട, നമ്മുടെ കമ്പനി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ലീവ് എടുക്കാൻ പാടില്ല, ഞാനും ഇനി സീൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവിടുത്തെ ഡാഡി ചോദിക്കും നീ എപ്പോൾ മുതൽ ഇത്രയും കമ്പനിയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും ഇപ്പം മുതലാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവളുടെ ഡാഡിക്ക് ഒരുപാട് സന്തോഷമാവും, അതായത് ഇവളിങ്ങനെ കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള വിചാരത്തിൽ പുള്ളിക്കാരിനെ സന്തോഷിക്കുന്നതാണോ കാണിക്കുന്നത്. പിന്നെ സീൻ വരുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ആ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ ഹോട്ട് വാട്ടർ കുടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ആ മിഷൻ കംപ്ലയിൻ്റ് ആയിരിക്കും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ജാവു അവിടെ വരുന്നിട്ട് ചോദിക്കും നീ എന്താ ഇത്രയും ലേറ്റായിട്ട് പോവാത്ത, എന്താ ഇവിടെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും നാളെ സബ്മിറ്റ് ആക്കണ്ടേ, അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജാവു പറയും അതൊന്നും പ്രശ്നമില്ല, ഡെഡ് ലൈൻ ആണെങ്കിലും അത് ആഫ്റ്റർനൂൺ വരെ ഉണ്ടല്ലോ, നീ എന്നിട്ട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, നീ പൊക്കോളാന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ പറയുമില്ല ഞാൻ ഫിനിഷ് ആക്കിയിട്ട് ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നത് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് ആ പുള്ളിക്കാരൻ അത് ആ മെഷീൻ കംപ്ലൈൻ്റ് ഒക്കെ മാറ്റിയിട്ട് അവർക്ക് ആ ഹോട്ട് വാട്ടർ എടുത്ത് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഫാങ് യുക്കെ വരുന്നുണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഫാമിലിക്ക് നോക്കുമ്പോഴത്തേക്ക് ജാവു ഇവളുടെ കൂടെ ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് ചോദിക്കും ഇയാൾ എന്താ എവിടെയും പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ പറയും അത് ഈ കമ്പനിയുടെ ബോസ് ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കട്ടോ നമ്മുടെ ഫാമിലിക്ക്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവനാകെ ഞെട്ടിപ്പോവും, ബോസ് ആയിരുന്നുള്ള രീതിയിൽ ഞെട്ടി നിൽക്കുന്ന കണ്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയും നീ പൊക്കോ, ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും ഓക്കെ ഞാൻ അടിയിൽ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജാവു പറയും അത് സാറില്ല, ഞാൻ അവളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തോളാം, നീ പൊയ്ക്കോളാം അതൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും ഇത് എൻ്റെ ജോലിയാണ്, ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല എന്നൊക്കെ എന്നെ സംസാരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയും ഞാൻ എൻ്റെ വർക്ക് ചെയ്യട്ടെ, നാളെ ഞാൻ സബ്മിറ്റ് ആക്കാം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജാവു പറയുമ്പോൾ ഓക്കെ എന്നാൽ നീ നിൻ്റെ വർക്ക് ചെയ്തോളൂ എന്നൊക്കെ താഴേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ജാവു ചോദിക്കും നീ ഇത്രയും നേരമായിട്ട് പോയില്ലേ, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും നേരമായിട്ട് ഇത്രയും ലേറ്റായിട്ട് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നൊക്കെ എന്നെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും ഞാൻ എപ്പോഴും എൻ്റെ ലിലിൻ്റെ കൂടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ സർപ്രൈസ് ആയിട്ട് അവനൊരു കാറും കൊണ്ട് വരുവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നതിനെ എങ്ങനെ കാറ് വാങ്ങിച്ചു ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും ഞാൻ ആ വീട് വാങ്ങിയില്ലേ, അപ്പോൾ ഞാൻ ഈ കാറും അങ്ങോട്ട് എടുത്തു എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അതിനുശേഷം രണ്ടാളും കൂടി ഗ്രാജുവേഷന് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഗ്രാജുവേഷൻ സ്റ്റാർട്ട് ചെയ്തു, അവിടെ എല്ലാവരെയും ഇങ്ങനെ വെൽക്കം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹീറോയിൻ സ്പീച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ അവളുടെ മെമ്മറീസിനൊക്കെ റീഗെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയും അവിടെ സ്പീച്ച് ചെയ്താൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് മെസ്സേജ് വരും, ആ വാച്ച് ഡിസൈൻ ചെയ്യുന്ന കമ്പനിയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കോളേജിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ പ്രൊപ്പോസ് ചെയ്യാൻ കേട്ടോ. ആ സമയത്ത് തന്നെ അവളിരിക്കുന്ന സീറ്റിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്കും അവിടെ ഹീറോയിനെ കാണില്ല കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോ ആകെ ടെൻസ്ഡായി പോകുന്നതാണ് കാണുന്നത്, അവൻ്റെ ആ ഒരു പ്രൊപ്പോസ് ചെയ്യുന്ന കാര്യം കൊളായിപ്പോവും. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ
വെൻടൗനെ ആയിരിക്കും കേട്ടോ കാണിക്കുക. അപ്പോൾ വെൻടൗ പറയും ഞാൻ ലില്ലിന് വേണ്ടിയിട്ടാണ് വന്നത്, ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട്, അല്ലാണ്ട് വേറെ ഒന്നിനല്ല എന്നൊക്കെ തന്നെ പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആ സാവു എന്ന് പറഞ്ഞാൽ അവനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവരിങ്ങനെ കോൺടാക്ട് ചെയ്ത് ക്ലോസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ വെൻടൗ പറയും ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അതിന് ശേഷം കാണിക്കുന്നത് വെച്ചാൽ ഇവർ മൂന്നാളും കൂടി ഇങ്ങനെ സെൽഫി എടുക്കുന്ന സമയമാണ് കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ സീ നമ്മുടെ റൂട്ടിങ്ങിന് കാണാൻ വേണ്ടിയിട്ട് അവളെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ വന്നേക്കുവാണ് കേട്ടോ. ആ സമയത്ത് തന്നെ അവരിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളുടെയും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇവർ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സൂലി പറയും ദാ നോക്ക് നമ്മുടെ സീൻ്റെ പാൻറ്റിൽ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്, ചിലപ്പോൾ നിനക്കുള്ള സർപ്രൈസ് ആയി പോയി നോക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ഈ റൂട്ടിങ്ങിന് ഇങ്ങനെ പറയും എന്താ എനിക്കുള്ള സർപ്രൈസ് ആണോ പോക്കറ്റിലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും അവൻ ആ പോക്കറ്റിൽ നിന്നൊരു വേസ്റ്റ് പേപ്പർ എടുത്തിട്ട് പറയും അതൊരു വേസ്റ്റ് പേപ്പറാണ്, ഞാനത് കളയാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടീനാകെ ദേഷ്യമായിട്ട് അവളിങ്ങനെ സൂര്യനെ നോക്കി പേടിപ്പിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സീ അവരുടെ മൂന്നാളുടെയും പിക്ചേഴ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടാളും കൂടി പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സീ അവളെ ഗ്രീൻ ഹൗസിലേക്ക് കൊണ്ടുപോകും കേട്ടോ. അവിടെ നമ്മുടെ റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സീ കുറേ സർപ്രൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബലൂണൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഹാർട്ട് ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സീ അവളെ റിങ് കൊടുത്തിട്ട് എന്താണ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ റൂട്ടിങ് ചോദിക്കുന്നുണ്ട് ആരാ പെർമിഷൻ തന്നെ തന്നെ ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അവൻ്റെ കയ്യിലേക്ക് നീ റിങ് ഇടുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനെ റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ സീ ചോദിക്കുന്നുണ്ട് നീ ആഗ്രഹിച്ച പോലെ ഞാൻ നിന്നെ പ്രൊപ്പോസ് ചെയ്തില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും എല്ലാ തവണ ഞാനല്ലേ നിനക്ക് തരാറ്, നീ ഇപ്പം എനിക്ക് തന്നില്ലേ, എങ്കിൽ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂട്ടിങ് ഇങ്ങനെ അവനെ ഇങ്ങനെ കിസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അവരുടെ സ്നേഹം പങ്കുവയ്ക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. അതിന് ശേഷം സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗേൾസിൻ്റെ ഹോസ്റ്റലിൽ ഇവർ മൂന്നാളും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് നൈറ്റാണ്, നമ്മൾ എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ മൂന്നാളിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ റൂട്ടിങ്ങൊക്കെ വരട്ട് പറയും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അവളുടെ കയ്യിലുള്ള ആ റിങ് കാണിക്കും. അതേപോലെ അവർക്കുള്ള ഗിഫ്റ്റും കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ നെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്, സീ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് സൂര്യൻ പറയും വാ ഡ്രിങ്ക്സ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വിളിക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സീ ഇങ്ങനെ നമ്മുടെ ഹീറോയിനെ കാണാൻ വന്നിരിക്കുവാണ്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട് എന്താ നീ അങ്ങനെ ആയിപ്പോഴും എനിക്ക് വിഷമമുണ്ട് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റാത്തതിലും, പക്ഷേ ഇനി നിൻ്റെ എന്താ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയുമ്പോൾ ഇനിയും ഞാൻ പ്രൊപ്പോസ് ചെയ്യും, അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവരിങ്ങനെ ചിയാസൊക്കെ അടിക്കുന്നുണ്ട്, അതുപോലെ ഗേൾസും ഡ്രിങ്ക്സ് അടിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ സീൻ വരുന്നത് നമ്മുടെ സൂലി ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുകയാണ് എനിക്ക് സ്വീറ്റ് ലവ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയും എന്താ ഡയമണ്ട് റിംഗ് ആണോ നിൻ്റെ സ്വീറ്റ് ലവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സൂലിയും പറയും എന്താ ഡയമണ്ട് റിംഗ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആവില്ലേ എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വാങ്ജിയും പറയുന്നുണ്ട് എനിക്കും ഒരു സ്വീറ്റ് ലവ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഹീറോയിന് ഇങ്ങനെ മെസ്സേജ് വരും എന്താണ് നാളെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിന് മെസ്സേജ് അയക്കും നീ താഴത്തേക്ക് വാ നിന്ന് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ മെസ്സേജ് അയക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയും നമ്മൾ ഗ്രാജുവേഷനിൽ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്നിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ചോദിക്കും നീ എന്താ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് അവളിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും നമ്മൾ ഫസ്റ്റ് വന്നപ്പം ഇവിടെ ഫസ്റ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ ഇല്ലേ അതേപോലെ നമുക്ക് ഗ്രാജുവേഷൻ ടൈമിൽ ഇനിയും ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നതാണ് അവൾ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് വെറുതെ ഇരുന്ന് ചിരിക്കുന്നതാണ്ടോ കാണിക്കും. ആ സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലില്ലി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇവരെ ആരെയും ഇങ്ങോട്ട് വിളിച്ചെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റൂട്ടിങ്ങും സിയൊക്കെ പിക്ചേഴ്സൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഇങ്ങനെ നടന്നു വരുന്നതും കാണിക്കുന്നതാണ് കേട്ടോ. അതിന് ശേഷം എല്ലാവരും കൂടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പിക്ചേഴ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിലേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെൻടൗനെയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വെൻടൗനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് വെൻടൗ നീ എന്താ ഇവിടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൻടൗ പറയും ഞാനില്ലാണ്ട് നിൻ്റെ ഗ്രാജുവേഷൻ ഫോട്ടോയിൽ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ അവളോട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ വിചാരിക്കും ഇവനെ ആരാ ഇങ്ങനെ ഇതൊക്കെ അറിയിച്ചതെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വാങ്ജി പറയും അത് ഞാനാണ് ഫ്രണ്ട്സായിട്ട് എല്ലാവരോടും ഇങ്ങനെ പിക്ചേഴ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പം അറിയാതെ പറഞ്ഞു പോയതാന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ കാണിക്കുന്നത്.
അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ എല്ലാവരെയും വിളിച്ചിട്ട് ആ ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ വെൻടാവും ഹീറോയും അവിടെ തനിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ വെൻടാവിനെ ഹീറോയിനെ ഒരുമാതിരി വെല്ലുവിളിക്കുന്ന പോലെ സംസാരിക്കും. അതായത് നിനക്ക് ഒരുപാട് ചാൻസ് ഞാൻ തന്നു, പക്ഷേ നീ ആ ചാൻസ് ഒന്നും കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്തില്ല. ഇപ്പം ഞാൻ വന്നേക്കുന്നത് ആ ചാൻസ് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ലില്ലിനെ കറക്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ അവനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇവൻ എന്താ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ അവരെല്ലാവരെയും വിളിച്ചിട്ട് പോയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ അവരിങ്ങനെ അവരുടെ മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ അവരുടെ ആ ഒരു ഹോസ്റ്റൽ റൂമിനെ കാലിയായി കിടക്കുന്നതാണ്, എല്ലാവരും പോയിണ്ടാവും. പിന്നെ സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡിങ്ങും ബിഗ് മൗത്തും സൂര്യനും കൂടി ഒരു വീട് റെൻ്റ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് അവരുടെ സാധനങ്ങളൊക്കെ മാറ്റുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ആ വീട് മേലെയാണ് നമ്മുടെ ഹീറോയും ഹീറോയിനും താമസിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജൂലിയും പറയും ഫാങ്യുക്കേക്ക് ഇവിടെ നിന്ന് ഇത്രമാത്രം പൈസ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവളിങ്ങനെ പറയും അവൾക്ക് ലില്ലിലുണ്ടല്ലോ കൂട്ടിന്, എനിക്കാരുമില്ല എന്നൊക്കെ പറയുന്നത് സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അവന്മാർ പറയും ഞങ്ങളന്ന് ഈ വീടൊക്കെ പോയി ചുറ്റിക്കാണിട്ടിരുന്ന് പറഞ്ഞിട്ട് അവന്മാർ അവിടെ നിന്ന് മുങ്ങുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അവിടെ ഷൂട്ടിംഗ് ഒക്കെ ഇങ്ങനെ ആരംഭിക്കാൻ വേണ്ടി പോകുമായിരിക്കും കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ ചുമ വരുമ്പോഴത്തേക്ക് എല്ലാവരും അതിനായിട്ട് പതറി പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെൻടാവ് ഇങ്ങനെ ഹീറോയിനോട് പറയും ഇവിടെ ഫാമിലി റിലേറ്റീവ്സ് ഒന്നും പാടില്ല, ഷൂട്ടിംഗ് ചെയ്യാവുന്ന ആൾ മാത്രമേ പാടുള്ളൂ, അതുകൊണ്ട് പുറത്തേക്ക് പോകണമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ആ ജാവു പറയും നീ ഇപ്പോഴാണ് റീസണബിൾ ആയിട്ടുള്ളൊരു റിക്വസ്റ്റ് പറഞ്ഞതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവ് ഇങ്ങനെ നോക്കിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ആ ഹന്ന വന്നിട്ട് പറയും നിങ്ങൾ ഭയങ്കരമായിട്ട് ചൈൽഡിഷ് ആയിട്ടാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പെട്ടെന്നൊരു വടിയിൽ ഇങ്ങനെ തെന്നിനെ വീഴാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ വെൻടാവും അതുപോലെ ജാവു എല്ലാവരും കൂടി ഇങ്ങനെ ഓടി വന്ന് പിടിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ വെൻടാവ് പറയും എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് നിർത്തുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതാണ്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹന്ന ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ള രീതിയിൽ അവൾക്ക് എന്തോ ചിരി വരുന്നതാട്ടോ കാണിക്കുന്നത്. എന്നിട്ട് എന്താ നമ്മുടെ ഹന്ന ഇങ്ങനെ പറയും ഇതിൻ്റെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഹന്ന പറയുമ്പോഴത്തേക്കും ജാവു പറയും അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, അതിനകത്ത് നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാവു ഹന്നനെ ഇങ്ങനെ വഴക്ക് പറയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ വെൻടോനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഇത്രയും സീരിയസ് ആക്കാൻ മാത്രം എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഷൂട്ടിംഗ് നമുക്ക് തുടങ്ങാം, ഷൂട്ടിംഗ് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതേപോലെ തന്നെ മിസ്സസ് സാവുവിനോടും പറയും നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് സമയം കളയാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് നമ്മുടെ ഹീറോനോട് ഇങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ വെൻടോ പറയും പുറത്ത് പോയി നിൽക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ എങ്കിൽ ശരി എന്നുള്ള രീതിയിൽ അവൻ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് തന്നെ നമ്മുടെ ജൂലിനെ ഇങ്ങനെ വീഴാൻ പോകണമല്ലേക്ക് അഭിനയിക്കൂട്ടെ, പക്ഷെ ഒറ്റ മനുഷ്യന്മാരും തിരിഞ്ഞു നോക്കില്ല. അപ്പോഴത്തേക്കും ഹന്ന ഫയലും കൊണ്ട് എന്നിട്ട് പറയും നീ സൂലിൻ അല്ല നിൻ്റെ പുറകെ വരാനായിട്ട്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സൂലിൻ ചമ്മി പോകുന്ന കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഷൂട്ടിംഗ് അവിടെ കണ്ടിന്യൂ ആയി നടക്കുന്നതാണ് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെയും കൊണ്ട് വീട്ടിൽ പോയിട്ട് അവൾക്ക് തന്നെ കാലിൽ നന്നായിട്ട് വിങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസൊക്കെ വെച്ചിട്ട് അവളുടെ കാലൊക്കെ മസാജ് ചെയ്തൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ഓഫീസിൽ വെച്ചിട്ട് അവിടുത്തെ അസിസ്റ്റൻ്റ് വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയും ഒരു വർക്കിന് വേണ്ടി ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ക്ലയൻറ്റ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സുലിൻ പറയും ബെസ്റ്റായി നിൽക്കുന്ന ആൾക്ക് ഒട്ടും റെസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ആ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ ആയിരിക്കട്ടെ കാണാം. അപ്പോഴത്തേക്കും അവളാകെ ഞെട്ടി, അതുപോലെ തന്നെ സന്തോഷം കൊണ്ടിട്ട് അവളിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് അവളിങ്ങനെ കോമഡി ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും നീ ക്ലയൻസിനോട് കുറച്ച് സീരിയസ് ആയിട്ട് പെരുമാറണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടെയുള്ള ക്ലയൻസൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവരിങ്ങനെ അക്വേറിയത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കും ഏത് ഫിഷ് ആയിരിക്കും നല്ലതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും മെർമെയ്ഡ് ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ റൂട്ടിങ്ങിനെയും സീനായിരിക്കും. റൂട്ടിങ് സീന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ്റെ കണ്ണൊക്കെ കെട്ടി അവനെ ആ റൂമിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അവൾ പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി സർപ്രൈസ് ഒരുക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ അവനെ പ്രപ്പോസ് ചെയ്യാണ് എന്താ എന്നെ മാരേജ് ചെയ്യണം എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവളെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോ നമ്മുടെ ഡിങ്ങിനെ ബിഗ് മൗത്തിനെ ഒരു മെർമെയ്ഡ് പോലെ ആക്കിയിട്ട്
നിർത്തിയേക്കുവാണ് കേട്ടോ. അത് കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. പിന്നെ സീൻ വരുന്ന വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ സൂലി പറയും, നിൻ്റെ ആ ഒരു വാച്ചിൻ്റെ ഡിസൈനാണ് ഇപ്പം ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, ഞാൻ ജാവുനെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ വെൻടൗൻ്റെ മാനേജർ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് പറയും, വെൻടൗ എല്ലാ കോൺട്രാക്റ്റിലും സൈൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, അവൻ എന്താ സൈൻ ചെയ്തേ, അവൻ ഇനി അത്രയും സമയമൊന്നുമില്ല, അവൻ ട്രെയിൻ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്നിട്ട് പറയും, ഞാനെന്നാൽ വെൻടൗനെ പോയി കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വെൻടൗനെ കാണാൻ വന്നേക്കും വേണ്ട കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ എല്ലാ കോൺട്രാക്റ്റിലും സൈൻ ചെയ്തത്, നിനക്ക് അതിന് മാത്രമൊന്നും സമയം കിട്ടത്തില്ല, നിനക്ക് ട്രെയിനിങ് ചെയ്യണ്ടേ എന്നൊക്കെ എന്നെ സംസാരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ഇങ്ങനെ എന്താണ് അക്കൂറത്തിലേക്ക് വരണമെന്ന് എന്നെ വിളിച്ച് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള സ്റ്റാഫ് പറയും, ഞാൻ ലീവിനോട് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സംസാരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ നമ്മുടെ വെൻടോനോട് പറയുന്നുണ്ട്, നീ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുക, നിനക്ക് ഇനി ട്രെയിൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ പറയും, നിനക്ക് ഇനി ഏതെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ ഫാങ് യുക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതിലേക്ക് നിന്നെ കടത്തിവിടാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ വരുന്നത് മിസ്റ്റർ ജാവു ആയിരിക്കും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, വെൻടൗനെ കാണാൻ വേണ്ടി പോയേക്കാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, എപ്പോഴും ലില്ലിനെ എന്നെ നിന്ന് പിരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് ആ സമയത്ത് അവിടെ നമ്മുടെ ഡിഗും ബിഗ് മൗത്തും കൂടി മാരി മീ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫ്ലാഗ് കാണിക്കുന്നത് കാണുന്നുണ്ട്. അതെല്ലാം നമ്മുടെ മിസ്റ്റർ ജാവും അവിടുത്തെ ക്ലയൻറ്റും ആണ് കേട്ടോ കാണുന്നുണ്ടാവുക. അതിനുശേഷം സീൻ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ വന്നിട്ട് സൂലിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതാണ് വെൻടൗനെ കണ്ടൊക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ സൂലിൻ ചോദിക്കും, നീ ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ വെറിഡ് ആവേണ്ട ആവശ്യമില്ല, നീ ഇതിനെപ്പറ്റിയല്ല പറയുന്നത്, ഫാങ് യുക്കിനെ പറ്റി പറയും, ഫാങ് യുക്കി എത്രമാത്രം നിനക്ക് വേണ്ടി സിൻസിയറായിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അപ്പോഴൊക്കെ അവൻ തോറ്റു പോയിട്ടുള്ളതെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ അതിന് ശേഷം കാണിക്കുന്നത് വെച്ചാൽ അവരിങ്ങനെ അവരുടെ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവൾ ചോദിക്കും, ഇനിയും അവൻ പ്രപ്പോസ് ചെയ്യുമോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സുലിന് ഓരോ ഐഡിയ ഒക്കെ പറയുമ്പോൾ, നിന്നെ കൊണ്ട് കാറിൽ പോകുമ്പോൾ ചിലപ്പോൾ കാറിൽ വല്ല സർപ്രൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ കാറിൻ്റെ ഡിക്കിയിൽ വല്ല സർപ്രൈസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാണ്ട് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫാങ് യുക്കി ഇവളെയും കൊണ്ട് ഇങ്ങനെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുപോകും. പക്ഷേ അവിടെയും ഒന്നും ഉണ്ടാവില്ല. അവൾ വിചാരിക്കും ചിലപ്പോൾ അതിനകത്ത് വല്ല സർപ്രൈസ് ഉണ്ടാവുമെന്ന് വിചാരിക്കും, പക്ഷേ അതും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കഴിയുന്നത് വെച്ചാൽ നമ്മുടെ ഡിങ്ങും ബിഗ് മൗത്തും കൂടി നമ്മുടെ ഫാങ് യുക്കിയെ പറഞ്ഞിട്ട് അവരുടെ ഹോമിൽ ഇങ്ങനെ മാരീമി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തേക്കുന്ന കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ സുലിനെ വിളിച്ച് പറയുന്നുണ്ട്, ഇതുവരെ ഒരു സർപ്രൈസും ഇല്ല, ഇനി അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ എന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോ അവരെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എല്ലാം സെറ്റായെന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും അവരിങ്ങനെ അവരുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിനെ ഭയങ്കര വെറീഡ് ആയിരിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നുള്ള രീതിയിൽ അവരെന്നെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാം ക്ലീൻഡായി കിടക്കുന്നുണ്ടാവും കേട്ടോ, ഒരു സർപ്രൈസ് ഉണ്ടാവില്ല. നമ്മുടെ ഹീറോ എന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ടാവും കേട്ടോ. ആ സമയത്ത് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ്റെയും അമ്മ അവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നെട്ടിപ്പോവും. അപ്പോഴത്തേക്കും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡിങ്ങും ബിഗ് മൗത്തും കൂടി ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ അമ്മ ഇങ്ങനെ കയറി വരുന്ന കാണുമ്പോഴത്തേക്ക് അവർ ലൈറ്റ് ഓഫാക്കി ഇങ്ങനെ പോകും. അപ്പോൾ ആ സമയത്ത് അവരിത് കാണുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ അത് തെന്നി വീഴുന്നതാണ് കേട്ടോ. അതിനുശേഷം അവരത് ക്ലീനാക്കി വെക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയെ എവിടെ ചെന്നാലും ഇത് തന്നെയാണ് എൻ്റെ വിധി എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ വർക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ കോളൊക്കെ ചെയ്ത് ചാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ വരും, ഹീറോയിനെ ചാറ്റൊക്കെ ചെയ്ത് അവരിങ്ങനെ പോകും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ അമ്മയിങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവരെ എങ്ങനെയും അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ ഒരുപാട് അഭിനയിച്ചിട്ട് ആ ടി വി അങ്ങോട്ട് ഓഫാക്കി കളയും. എന്നിട്ട് അവരെ ഉറങ്ങാൻ വേണ്ടി വിടും. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ ഉറക്കമൊക്കെ അഭിനയിച്ച് കിടന്ന് അവർ ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവളിങ്ങനെ പതിയെ എണീറ്റ് വരുന്നതാണ്ടോ കാണിക്കുന്നത്. പുറത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ഡ്രോണിൽ ഫോളോ മീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ പുറകെ അവളിങ്ങനെ ഓടിപ്പോകുന്നതാണ്ടോ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് മാരീമി എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കാണ്. എന്നിട്ട് അവനിങ്ങനെ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ട് അവളിങ്ങനെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറേ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. റിങ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവരിങ്ങനെ റിങ് ഇടുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിനും കൂടി ഇങ്ങനെ കിസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അവരിങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാമെന്ന്, ഞാൻ ഇനി റൂമിലേക്ക് പോട്ടെ, അവിടെ അമ്മ എണീച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, വേണ്ട നീ എൻ്റെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി സോഫയിൽ കിടക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോർണിംഗ് എണീക്കുമ്പോഴത്തേക്ക് ഇവർ നല്ല ഉറക്കമായിരിക്കും. പക്ഷേ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ ഇത് കണ്ടിട്ട് നോക്കണ്ടെന്നുള്ള രീതിയിൽ അവരിങ്ങനെ പുറത്തിറങ്ങും കേട്ടോ. ആ സമയത്തായിരിക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മേൻ്റെ കാർഡ് വെച്ച് മറന്നു പോകും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മ അത് എടുക്കാൻ വേണ്ടി
റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും കൂടി ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. പെട്ടെന്ന് ഇവരെയും കാണുമ്പോഴത്തേക്കും അമ്മ ആകെ ഭയങ്കരമായിട്ട് വെറിഡായിപ്പോയി, എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് അമ്മ ഇങ്ങനെ കണ്ണൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ എന്നാൽ ശരി ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിപ്പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും കൂടി ഇങ്ങനെ ഇവർ തമ്മിൽ പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ നമ്മുടെ സൂലിക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവളത് ഒരു ഇൻവിറ്റേഷൻ കാർഡ് പോലെ അവളുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഇടുന്നതാണ്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവിടെ വർക്കേഴ്സിൻ്റെ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഷോക്കായി പോകും. കാരണം നമ്മുടെ ഹീറോയിൻ്റെയും ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ അറിയുമ്പോഴത്തേക്ക് വരെ ഷോക്കായി പോട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മിസ്റ്റർ സാവു ഇത് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് അവൾ പറയും എൻഗേജ്ഡ് ആയി, അതുപോലെ തന്നെ ഒരു ഹോട്ട് പോട്ട് പാർട്ടി ഉണ്ട്, നിങ്ങളും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാവുവിനെയും ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ വെൻടൗണിൻ്റെ ആ ഒരു വാട്സപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവനും ഈ ഒരു പിക്ചർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കായി ഉണ്ടാവും. അതുപോലെ ആ പാർട്ടി ഉണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് പറയുകയാണ് നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകണം, ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്നൊക്കെ പറയും. അതിനുശേഷം ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മുടെ ഹീറോയിനെ വേണ്ടി കാണാൻ വേണ്ടി വന്നേക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ മിസ്റ്റർ സാവു അതിൻ്റെ മാനേജറും അതുപോലെ തന്നെ നമ്മുടെ വാങ്ജിയും ആ ലിഫ്റ്റിൽ കണ്ടുമുട്ടുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം അവരിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മിസ്റ്റർ സാവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആദ്യം വാങ്ങൂല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അത് വാങ്ങിച്ചിട്ട് കൊടുക്കും. ഗിഫ്റ്റ് അല്ലേ അത്, നീ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ഇത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മിസ്റ്റർ സാവു പറയും ഇതെല്ലാം സിംഗിൾസിൻ്റെ പരിപാടി, അവിടെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വാങ്ജി വന്നിട്ട് പറയും ഞാനും സിംഗിളാണ്, വാ നമുക്ക് ഒരുമിച്ച് പോയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വെൻടാവു വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം വെൻടാവു ഇങ്ങനെ നോക്കി ചിരിക്കും. ഇത് പറയും ഇത് എനിക്ക് വരാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയാൻ ഇപ്പം എന്താ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെൻടാവു അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. അതിനകത്ത് അവരുടെ ഡിസൈനൊക്കെ ആയിരിക്കും മിസ്റ്റർ സ്റ്റാർക്ക് സൈൻ ചെയ്തൊരു ഡിസൈൻ ആയിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടും. അതിന് ശേഷം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ആ ഒരു പാർട്ടി എൻജോയ് ചെയ്ത് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വെൻടാവു ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് അവനിങ്ങനെ എല്ലാവരും ഹഗ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും കേട്ടോ. അതിനെല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കരമായിട്ട് ക്ലോസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഓടിക്കളയും. അതിനുശേഷം നൈറ്റ് ഒരു വെറീഡ് ആയിരിക്കട്ടെ എങ്ങനെ ഇനി അവർ അപ്രോച്ച് ചെയ്യുന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും രണ്ടാളും കുളിച്ച് ഫ്രഷായിട്ട് ഇങ്ങനെ കിസ്സൊക്കെ ചെയ്യുന്നുണ്ടോ കാണിക്കുന്നത്, അവരുടെ റൊമാൻറ്റിക് സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും പെട്ടെന്ന് പുറത്തുനിന്നൊരു പാട്ട് വെക്കുക. അപ്പോൾ ഒരു നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പുറത്തേക്ക് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവു ഒരു വെളിവില്ലാണ്ട് ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും കൂടി വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൻടാവു സ്റ്റാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഹീറോയിനോട് പെരുമാറുക. നമ്മുടെ ഹീറോയിനും കൂടി റൂമിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അവന് കൊടുക്കാൻ വേണ്ടി ഹണി വാട്ടർ തയ്യാറാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഹണി വാട്ടർ നമ്മുടെ വെൻടാവിന് കൊടുക്കും. ആ സമയത്ത് നമ്മുടെ വെൻടാവ് നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിച്ചിട്ട് എങ്ങോട്ട് പോവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഒരുപാട് നേരം ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും പോവില്ല എന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അവൻ കൊണ്ടുവന്ന ആ ഒരു ഫ്രെയിം അവിടെ വാളിന് തൂക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെൻടാവു അവൻ്റെ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് അവൻ എണീറ്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു വാളിൽ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും അവനെ പറയും എനിക്ക് ഒരുപാട് തന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ നോക്കിക്കുമായിരിക്കും കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ വരുമ്പോഴത്തേക്കും വെൻടാവു പറയും നീ അവളെ പൊന്നു പോലെ നോക്കണം, അവൾക്കൊന്നും വരുത്തരുന്നൊക്കെ പറയും കേട്ടോ. പിന്നെ കാണുന്നത് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കമ്പനിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും നമ്മുടെ ഹീറോയിൻ ഡിസൈൻ ചെയ്ത വാച്ചൊക്കെ ഇട്ടിങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ടാവും കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവൾ പറയും ക്ലയൻറ്റ്സ് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്, നീ എന്താ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ കാണുന്നത് വെച്ചാൽ അവിടുത്തെ ആ ഒരു ക്ലയൻറ്റ് വന്നിട്ട് പറയും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതുപോലെ നമുക്ക് ഇന്ന് എയർപോർട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ വിളിച്ച് പറയും ഞാൻ ഇന്ന് വരില്ല, ഇന്ന് ഹോട്ടൽ റൂമിലായിരിക്കും ഞാൻ തങ്ങാന്നൊക്കെ എന്നെ വിളിച്ച് പറയും കേട്ടോ. എന്നിട്ട് അവൾ ഇന്നെ ഹോട്ടൽ റൂമിൽ വരുമ്പോഴത്തേക്കും അവിടെ ആകെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊരു ഡൗട്ട്, ഇത് ഞാൻ ബുക്ക് ചെയ്ത റൂം തന്നെയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഈ നമ്പർ മാറിപ്പോയോ എന്നുള്ള രീതിയിലൊക്കെ അവൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് തന്നെയായിരിക്കും കേട്ടോ. തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ അവിടെ കാണുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, നീ ഷോക്കായി പോയോ, നിനക്ക് ഞാനൊരു സർപ്രൈസ് തന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ അവളെ ക്ലോസ് ആയിട്ട് കിസ് ചെയ്യുന്ന കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീൻ വരുന്നതെന്ന് വെച്ചാൽ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ മീറ്റ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നമ്മുടെ വാങ്ജി ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ റൂട്ടിങ്ങൊക്കെ ചോദിക്കുന്നുണ്ട് നീ ആരോടെ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന ചോദിക്കുമ്പോഴത്തേക്ക് കളറിയുമ്പോൾ അത് സർപ്രൈസാന്നൊക്കെ എന്നെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവരെല്ലാവരും കൂടി സംസാരിച്ച് അവിടെ നിന്ന് പോവും. അതിനുശേഷം നമ്മുടെ സൂലിനും വാങ്ജിയും കൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ സൂലിൻ പറയും നീ എൻ്റെ ഗുഡ് സിസ്റ്റർ അല്ലേ, അപ്പോൾ നീ ആരോടെ ചാറ്റ് ചെയ്തതെന്ന് പറയുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ പറയും ഇല്ലില്ല അത് സർപ്രൈസാന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോകും കേട്ടോ. അതിനുശേഷം അവളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഒരു പെണ്ണിനെ ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് അവൾ ആ വശത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിലേക്കുള്ളൊരു കാർ ഇങ്ങനെ
പോകുന്നുണ്ട് കേട്ടോ. അവൾക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് നോക്കുമ്പോഴത്തേക്കും പിന്നെ അവർ നിന്ന് പോയിണ്ടാവും. അതിന് ശേഷം നമ്മുടെ സൂലിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരിക്കും. അവരിങ്ങനെ ബാറിൽ വന്നിട്ട് അവളിങ്ങനെ പറയുകയാണ്, ഒരു ഫ്രണ്ടിനെ ആയാലും ചതിച്ചാൽ നമ്മൾ ആ ഫ്രണ്ടിനോട് പറയേണ്ടതെന്നൊക്കെ ഇങ്ങനെ വാഞ്ചിനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനും കൂടി പറയുകയാണ്, നമ്മൾ എപ്പോഴും ഫ്രീ ആവുക, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ സൂലി ഇങ്ങനെ വാഞ്ചിനോട് പറയും, നമ്മുടെ റൂട്ടീനെ ചതിക്കുവാണെന്ന് തോന്നുന്നു, അവളിങ്ങനെ അവനിങ്ങനെ ഒരു പെണ്ണിനെ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടു, നമുക്കത് പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവരിങ്ങനെ ഷോപ്പിങ്ങിന് വന്നേക്കുവാണ്. അപ്പോൾ ബാർബിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിനെ ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ആ സമയത്തിന് നമ്മുടെ ഹീറോയിന് റൂട്ടിങ്ങിന് കോൾ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ബാർബിനെ ഇഷ്ടമായിട്ട് അവനൊരു ബാർബിനെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണുന്നത് വെച്ചാൽ നമ്മുടെ റൂട്ടിങ് ഹീറോയിനെ കാണാൻ വന്നേക്കുവാണ്. പക്ഷേ റൂട്ടിങ്ങിനൊന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞിട്ട് നൈറ്റ് നമ്മുടെ ഹീറോ ലേറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാകെ ഒരുമാതിരി സ്മെല്ലൊക്കെ തോന്നിട്ട് അവൻ്റെ കോട്ടിൽ. അപ്പോൾ അവനിങ്ങനെ കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവൻ്റെ ആ ഒരു കോട്ട് എടുത്തിട്ട് സ്മെല്ല് ചെയ്യും. ആ സമയത്ത് തന്നെ ഹീറോയിന് ആ കോട്ടിൽ നിന്നിട്ടൊരു പിങ്ക് കളറിലെ ഹെയർ കിട്ടും കേട്ടോ. അപ്പോൾ അവളാകെ ഞെട്ടിപ്പോയി, ഇത് ആരുടെ മുടിയാന്നുള്ള രീതിയിൽ. എന്നിട്ട് അവൾ അവൻ്റെ ടാക്സി റെക്കോർഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. പക്ഷെ അതിനകത്തൊന്നും കിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗ് അവനിങ്ങനെ വർക്കിന് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും അവനിങ്ങനെ ഹഗ്ഗൊക്കെ ചെയ്ത് കിസ്സൊക്കെ ചെയ്തിട്ട് അവനിങ്ങനെ പോവും. ആ സമയത്ത് അവളിങ്ങനെ ആലോചിക്കും, എന്തിനാ വെറുതെ ഈ ഒരു കാര്യം പറഞ്ഞ് അവനോട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുടി എടുത്തിട്ട് അവൾ ആ ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ട് വെക്കും കേട്ടോ. അതിന് ശേഷം കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ റൂട്ടിങ് പെട്ടെന്ന് കാണാൻ വരികയാണ്. എന്നിട്ട് പറയും, ഇതുപോലെ സീ ഭയങ്കരമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്, അവനൊന്നും പറയുന്നില്ല, ഒരു കാര്യം പറയുന്നില്ല, അവന് നമുക്ക് അവരെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ സീ ഒരു പെണ്ണും കൂടി മീറ്റ് ചെയ്യുന്നുണ്ടാവും. അവിടെ ആ ഒരു പെണ്ണിനെ വീഴാൻ പോകുമ്പോഴത്തേക്കും സീക്കിനെ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ്ങിന് ഭയങ്കരമായിട്ട് സങ്കടം വരും കേട്ടോ. അവളിങ്ങനെ കരയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ സമാധാനിപ്പിക്കുന്നുണ്ട്, കരയെന്നൊക്കെ സമാധാനിപ്പിക്കുമ്പോഴത്തേക്കും അവൾ ബോൾഡായിട്ട് പിന്നെ പറയും, ഞാൻ എൻ്റെ മാനസ് അവിടെ ഞാൻ കളയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ. ആ സമയത്ത് തന്നെ പിന്നെ നമ്മുടെ ഹീറോ വന്നിട്ട് അവനും ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് എന്താ പറയണമെന്നൊന്നും അറിയാം. അപ്പോൾ തന്നെ റൂട്ടിങ് എണീറ്റിട്ട് ദേഷ്യപ്പെടും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, നീ അവിടെ ഇരിക്കുക, എന്താ സംഭവം നമുക്ക് നോക്കാമെന്നൊക്കെ എന്നെ പറയും കേട്ടോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് പ്ലാനർ ആയിരിക്കും. അവരിങ്ങനെ ഇവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണിനെ വിളിച്ചു വരുത്തിക്കണം. പക്ഷേ ഇവർ അത് തെറ്റായിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുമായിരിക്കും കേട്ടോ ഈ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയും ആ വെഡ്ഡിങ് പ്ലാനറും കൂടി ഇങ്ങനെ കാറിൽ പോകുന്നുണ്ടാവും. അപ്പോൾ ഇവർ രണ്ടാളും കൂടി പുറകിൽ ടാക്സി വിളിച്ചിട്ട് ഇവരും ഈ കാറിനെ ഫോളോ ചെയ്ത് പോവാണ് കേട്ടോ. ആ സമയത്ത് കാറിലെ ടാക്സി ഡ്രൈവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവരിങ്ങനെ ദേഷ്യപ്പെടുത്തുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിനെ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവളിങ്ങനെ അയാളെ പിടിച്ചിട്ട് 2 അടി കൊടുക്കും കേട്ടോ. അപ്പോൾ അത് പോലീസ് കേസാവും. അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സിയും അതുപോലെ തന്നെ ഫാങ്യുക്കയും വന്നിട്ട് അവരോട് പറയും, പോലീസ് കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും അവരൊരു മൈൻഡ് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മുടെ ഇവർ രണ്ടാളും കൂടി ഷോപ്പിനൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ പ്ലാൻ ഇട്ടിട്ട് നമ്മുടെ റൂട്ടിങ് അവിടെ നിന്ന് ഞാൻ പോവാം നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും പോവാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ കയറി പിടിക്കുമ്പോഴത്തേക്കും അവളൊന്നും മിണ്ടാതെ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാങ്ജിയും അതുപോലെ തന്നെ സൂലിനും കൂടി ഇതെങ്ങനെ പറയും, എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള കാര്യം ഇത് സംസാരിക്കാൻ കേട്ടോ. ആ സമയത്ത് അവർ 4 പേരും കൂടി മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് റൂട്ടിങ്ങനെ പറയും, സീ ഇതുപോലെ തന്നെ എന്തൊക്കെയോ ചതിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സൂലിൻ പറയും, അതെനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. അതുപോലെ ഫാങ്യുക്കേക്കും ആ ഒരു പെണ്ണായിട്ട് ബന്ധമുണ്ടോയെന്ന് ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സൂര്യനൊക്കെ എന്തൊക്കെയോ പോലെ ആയിപ്പോകും കേട്ടോ. അതിനുശേഷം അവരിങ്ങനെ പ്ലാൻ ചെയ്യുക, ആ പെണ്ണിനെ ഇങ്ങനെ അടിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ അവളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അടിക്കാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഇവർ രണ്ടാളും കൂടി അവരെ ഫോളോ ചെയ്തിട്ട് അവർ കയറിപ്പോയ ആ റൂമിലേക്ക് വന്ന് നിൽക്കുവാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ റൂട്ടിങ് ഇവർക്ക് മെസ്സേജ് അയക്കുന്നത്, നിങ്ങൾ എവിടെ എത്തി എന്നുള്ള രീതിയിൽ ടാക്സിയിൽ ഇരിക്കുന്ന അവർക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരുടെ ഫോൺ ഡെഡായി പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ റിപ്ലൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരകത്തേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് അവരിതിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിറച്ചും ഈ ബ്രൈഡ്സിൻ്റെ ഡ്രസ്സ് കളക്ഷനൊക്കെ ആയിരിക്കും കാണുക. അപ്പോഴത്തേക്കും ഇവരെന്താ ഈ ഒരു റൂമിലേക്ക് കയറിപ്പോയെന്നുള്ള രീതിയിൽ അവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കോട്ടൊക്കെ ഇട്ട് നടന്നു വന്നാട്ടോ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സിയും അവിടെ വരുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പറയും, നിങ്ങൾക്കുള്ള സർപ്രൈസ് ആയിരുന്നു എന്നൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ സി റൂട്ടിങ്ങിനെ കൊണ്ട് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനോടും പറയുന്നുണ്ട്, നീ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവരും ആ ഒരു സർപ്രൈസാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ റൂട്ടിങ്ങിന് ആ ബ്രൈഡൽ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അവരിങ്ങനെ ഷോക്കായി നിൽക്കുന്നതാണ് കേട്ടോ, മെൽറ്റായി നിൽക്കുന്നതാണ്
കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനും ആ ഒരു ബ്രൈഡൽ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അവനിങ്ങനെ അവളോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സീ ഒരു ഡ്രസ്സ് ഇട്ട് വരുമ്പോഴത്തേക്കും അവൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ് പറയുന്നത് മാറ്റിയിട്ട് വൈറ്റ് കളറിലെ ഡ്രസ്സ് ഇട്ട് വരാൻ പറയുമ്പോഴത്തേക്കും അവൻ ആ ഡ്രസ്സൊക്കെ മാറ്റി വൈറ്റ് കളറിലെ കോട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് നമ്മുടെ റൂട്ടിങ് ഇങ്ങനെ പറയും, നീ ഇങ്ങനെയൊന്നും സർപ്രൈസ് തരണ്ട, ഞാനല്ല എപ്പോഴും നിനക്ക് സർപ്രൈസ് തരാതെ നീ ഇങ്ങനെയൊന്നും തരരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീ പറയും ഇല്ല ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്നെ കയ്യിൽ കിസ് ചെയ്തിട്ട് അവളെന്നെ പ്രൊപ്പോസ് ചെയ്യുന്ന കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് കേട്ടോ കല്യാണത്തെ പറ്റിയിട്ട്. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മ ഹീറോയിനെ പിടിച്ച് മാറിയിട്ട് പറയുന്നത് ഇനി ഇവിടെ കാണാൻ പാടില്ല, കല്യാണത്തിന് കണ്ടാൽ എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ ഇങ്ങനെ അവളെ നോക്കിയിട്ട് ഇങ്ങനെ കരയുന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ ചോദിക്കുക എന്തിനാ എന്നെ കുട്ടികളെ പോലെ കരയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞിട്ട് ഇമോഷണൽ അവളുടെ കല്യാണം കഴിഞ്ഞ് പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവരിനെ കരയരുതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും അതിനായിട്ട് ചിരി വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിങ്ങും ബിഗ് മൗത്തും കൂടി ഹീറോയിൻ്റെ ബെഡ്റൂമൊക്കെ ഇങ്ങനെ ശരിയാക്കിയായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മ വന്നിട്ട് പറയും നീ ഇന്ന് കിടക്കേണ്ടത് നല്ലൊരു ആളുടെ കൂടി ആയിരിക്കണം, എന്നാൽ മാത്രമേ നിൻ്റെ ലൈഫിൽ നിനക്ക് ഇനിയും നല്ലപോലെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. ആ സമയത്തായിരിക്കും നമ്മുടെ വെൻടാവ് പ്രസൻ്റൊക്കെ ആയിട്ട് വരിക കേട്ടോ ഇവന് കൊടുക്കാനായിട്ട്. എന്നിട്ട് അവർ രണ്ടാളും ഇങ്ങനെ സംസാരിക്കുകയാണ്. അതേപോലെ ഹീറോയിനും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ നൈറ്റ് എൻജോയ് ചെയ്ത് അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നാളത്തെ കാര്യത്തെപ്പറ്റി ഓർത്തിട്ട് അവനിങ്ങനെ ഉറക്കം വരുന്നുണ്ടാവില്ല. അപ്പോൾ അവനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ വെൻടാവ് ചോദിക്കും നീ ടെൻഷനൊന്നും അടിക്കണ്ട, നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്നോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നിൽക്കുന്ന കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം അവരുടെ കല്യാണ ദിവസമായിരിക്കും. അപ്പം എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് നമ്മുടെ ഹീറോയിൻ്റെയും അമ്മമാർ രണ്ടാളും കൂടി എല്ലാവരും വെൽക്കം ചെയ്ത് നിൽക്കുന്ന കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ സിയും അതുപോലെ റൂട്ടിയും കൂടെ നന്നായിട്ട് റെഡിയായി നമ്മുടെ റൂട്ടിനൊക്കെ നല്ല ബ്രൈഡൽ പോലെയൊക്കെ അവൾ റെഡിയായിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും ഇനിയിപ്പോൾ ഈ പെണ്ണാണോ കല്യാണം, ഈ പെണ്ണാണോ ബ്രൈഡ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ഒരു കുട്ടി വന്നിട്ട് നമ്മുടെ സീനെ കെട്ടിപ്പിടിച്ചിട്ട് വരും നിങ്ങളെ കാണാനായിട്ട് ഒരു ഫ്ലോറൽ ഫെയറി പോലെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിങ്ങനെ ചിരിച്ചിട്ട് ആ കുട്ടിയോട് പറയും ഫ്ലോറൽ ഫെയറി എന്ന് പറയുന്ന ഒരു ഗേളാണ്, അപ്പം ഞാനാണ് ഫ്ലോറൽ ഫെയറി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ കുട്ടി ചോദിക്കുന്നത് നിങ്ങളുടെ കല്യാണമാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ പറയുമ്പോൾ അല്ല, പിന്നെ എന്തിനാ നിങ്ങൾ ഇത്ര നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ റൂട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാങ്സീനെയാണ്. വാങ് ഭയങ്കര ഗെറ്റപ്പിലൊക്കെ വന്നിട്ട് പറയും ഞാനെല്ലാം നോക്കിക്കോളാം, ഞാൻ ഈ കല്യാണം പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സീറ്റിൽ പോയി ഇരുന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഹീറോയിൻ്റെ അമ്മ ചോദിക്കും ഇതാരാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മ പറയുന്നത് ഹീറോയിൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ മൂന്നാളും കൂടി ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് നമ്മുടെ ഹീറോയിന് നല്ല വിശപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഹീറോയിനാണെങ്കിൽ കപ്പ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വിശക്കുമ്പോഴത്തേക്കും അവൾ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവളെയും സ്റ്റേജിലേക്ക് വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവൾക്കത് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെൻടൗനെയാണ് കാണിക്കുന്നത്. വെൻടൗ ആണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറാണ്ട് പുറത്ത് നിന്നിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെയും കൊണ്ടിട്ട് ഹീറോൻ്റെ അച്ഛൻ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ കൈകളിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെയും വെഡ്ഡിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ കണ്ടുമുട്ടിയ കാര്യങ്ങൾ അവളോട് എല്ലാം തുറന്ന് പറയാണ്. അവളെ ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ നീ എന്നെ എൻ്റെ ലൈഫിൽ കൂടെ എപ്പോഴും വേണം എന്നൊക്കെ ഇങ്ങനെ അവളോട് ഇങ്ങനെ പറഞ്ഞിട്ട് അവനിങ്ങനെ റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ മാരേജാണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും അതിനായിട്ട് കരയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവളിങ്ങനെ ഒരു ബൊക്ക ഫ്രണ്ട്സിന് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബൊക്ക ആരാണോ ഫസ്റ്റ് പിടിക്കുന്നത് അവരുടെ കല്യാണമായിരിക്കും ഇനി നടക്കാൻ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് ആ ബൊക്ക എറിയുമ്പോഴത്തേക്കും അത് പിടിക്കുന്നത് നമ്മുടെ സൂലിനും വാങ്സി ആയിരിക്കും കേട്ടോ. അവർ രണ്ടാളും കൂടി എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഇടിപിടിക്കായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മളെ റൂട്ടിങ് പറയും നിങ്ങളിങ്ങനെ ഇടപിടിക്കാതെ വെറുതെ നമ്മുടെ മാരേജ് കൊളയാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ ദേഷ്യപ്പെടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂട്ടിങ് ഇങ്ങനെ സീനോട് പറയും നമ്മുടെ കല്യാണം ഇത്രയും ഇതൊന്നും വേണ്ട, ഭയങ്കര കമ്മിറ്റ്മെൻറ്റ്സ് ആണ് ഇതിനൊക്കെ, നമുക്ക് രണ്ടാൾക്കും മാത്രം മതി, നമ്മൾ രണ്ടാളും ഒറ്റയ്ക്ക് മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റൂട്ടിങ് ഇങ്ങനെ സീനോട് പറയാതിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സൂലിന് ഭയങ്കരമായിട്ട് പോസസീവ് അടിക്കുന്നുണ്ട്, അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബിഗ് മൗത്ത് നോട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സൂലിന് ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിഗ്
ബിഗ് മൗത്തും അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അതിന് ശേഷം നമ്മുടെ ബിഗ് മൗത്തിൻ്റെ പോക്കറ്റിൽ നിന്നിട്ട് ഒരു റിങ് എടുത്ത് താഴേക്ക് ഇടും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ ഇത് ആരുടെ റിങ്ങാന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സൂലിക്ക് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ അറിയാത്ത പോലെ അഭിനയിക്കെങ്കിലും അവളിങ്ങനെ ചിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ബിഗ് മൗത്ത് ഇങ്ങനെ പറയും, ഞാൻ നിന്നോട് ഒരുപാട് കാലമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എന്തോ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്, എനിക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സൂലിക്ക് ഭയങ്കര സന്തോഷമായിട്ട് സൂലി ഇങ്ങനെ നമ്മുടെ ബിഗ് മൗത്തിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിസ് ചെയ്യുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും കൂടി അടുത്ത പാർട്ടിക്കുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മ വന്നിട്ട് അടുത്ത പാർട്ടി തുടങ്ങാറായി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വിളിച്ച് വരുത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും കൂടി ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഓണാവും. അപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഓണാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ലൈറ്റ് അടിക്കുന്നത് നമ്മുടെ സൂലീൻ്റെയും ബിഗ് മൗത്തിൻ്റെയും അടുത്തേക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ ആകെ ഷോക്കായി പോവും. അപ്പോൾ ആ ഒരു കല്യാണം കൊള്ളാവോ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ വാങ്സിയും റൂട്ടിങ്ങും വന്നിട്ട് പറയും, ഡെസേർട്ട് കഴിക്കേണ്ട സമയമായി, എല്ലാവരും ഡെസേർട്ടൊക്കെ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരുമാതിരി ഒരുക്കി ഇതാക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി റൂമിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വഴക്കൊക്കെ പറയും കേട്ടോ. നമ്മുടെ റൂട്ടിങ് ഇങ്ങനെ സൂലിനെ വഴക്ക് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, സൂലിക്ക് എന്തായാലും ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് എന്തായാലും വിശക്കുന്നുണ്ട്, എനിക്ക് എങ്ങനെയും ഫുഡ് കഴിക്കണം, രാവിലെ ഒന്നും കഴിക്കാത്ത കൊണ്ടിട്ട് ഒട്ടും വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ തല ഇറങ്ങുന്ന പോലെയൊക്കെ ആവും കേട്ടോ. അപ്പോഴത്തേക്കും ഈ ഒരു കല്യാണം ആയതുകൊണ്ട് ആരും കഴിക്കാനായിട്ട് സമ്മതിക്കില്ലല്ലോ, കല്യാണത്തിൻ്റെ സമയത്തേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി ഒരു പ്ലാൻ ഇട്ടിട്ട് എല്ലാവരും കൂടി കയറിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കേട്ടോ. ആ സമയത്ത് എല്ലാവരും ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനോട് പുറത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മ ചോദിക്കും, ഹീറോയിൻ എവിടെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടാളും കൂടി ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മുടെ ഹീറോ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നൂഡിൽസ് ഒക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനോട് പറയും, നമ്മുടെ ഒരു പുതിയ ലൈഫിലേക്കുള്ള സ്റ്റെപ്പ് നമ്മൾ എടുത്ത് വെച്ചു, നമ്മളിനി നന്നായിട്ട് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും പറയും, നമ്മളിനി എൻജോയ് ചെയ്യും, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, നീ എൻ്റെ ലൈഫിൽ എപ്പോഴും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിനെ നൂഡിൽസ് അയച്ചിട്ട് കിസ് ചെയ്യുന്ന കണ്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനിങ്ങനെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വെൻടാവ് വരുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനെ ചോദിക്കുന്നുണ്ട്, ഇത്ര നാൾ എവിടെയായിരുന്നു, കുറേ ആയല്ലോ കണ്ടിട്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെൻടാവും ചോദിക്കുന്നുണ്ട്, ആൻറ്റിക്കും ലില്ലിനൊക്കെ സുഖമാണോ, ഫാങ്ക്യുക്ക് എവിടെ, അവന് സുഖമാണോ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലില്ലിൻ്റെ അച്ഛൻ പറയും, ലില്ലിന് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ വീട്ടിലുണ്ട് ചെറിയൊരു പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടാവെങ്കിൽ പേടിച്ചോട്ടെ, എന്താ പ്രോബ്ലം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലില്ലിൻ്റെ അച്ഛൻ പറയും അവളെ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവന് ഒരുപാട് സങ്കടമാവും കേട്ടോ. അതിനുശേഷം അച്ഛനിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും അവനിങ്ങനെ ആ പുഴയിലേക്ക് നോക്കിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇനിയും നല്ല സീരീസായിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഇറ്റ്സ് സൈനിങ് ഓഫ് ഇൻട്രോവേർൾഡ്. ബൈ.